പ്രാർത്ഥിക്കാം. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യ ആരോഗ്യമുണ്ട്. ഞാൻ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിനെ സ്തുതിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം ഇന്ന് പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ന് ദൈവസന്നിധിയിൽ നിന്ന് മുന്നോട്ട് പോകാം. കർത്താവ് നമ്മളെ സകലത്തിലും ഇന്ന് സൂക്ഷിക്കുന്നല്ലോ. ദൈവകൃപയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി പോലും ഇന്ന് തകർന്നു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് ഇത് അനുഗ്രഹത്തിൻ്റെ സമയമാണ്, ദൈവത്താലുള്ള സാക്ഷ്യത്തിൻ്റെ സമയമാണ്. ഓരോ ദിവസവും കർത്താവിൻ്റെ വചനം കേൾക്കുമ്പം ദൈവം നമ്മുടെ അകത്ത് തരുന്ന ഒരു ഉറപ്പുണ്ട്, ദൈവം നമ്മുടെ അകത്ത് തരുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ വാക്കുകളുണ്ട്. നമുക്കിന്ന് ആ ഒരു വിശ്വാസത്തിലും ദൈവത്തിൻ്റെ ആ ഒരു കൃപയിലും ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ കർത്താവിൻ്റെ മക്കളാണ്. മക്കളെങ്കിലോ നമ്മൾ അവകാശികളാണ്. ദൈവത്തിൻ്റെ അവകാശിയും ക്രിസ്തു യേശുവിൽ കൂട്ടവകാശികളുമാണ്. അപ്പോൾ ഈ കൂട്ടവകാശികളാണ് നിങ്ങളും ഞാനും. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഒരു വാക്യം ഞാൻ നിങ്ങൾക്ക് മുമ്പാകെ ഒന്ന് വായിക്കാം. എല്ലാ ദിവസവും നമ്മൾ ഈ ദിവസങ്ങളിൽ അപ്പോസ്തല പ്രവൃത്തി എന്നാണ് കേട്ട് വരുന്നത്. ഇന്ന് നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിലെ ചില വാക്യങ്ങൾ ഒരുമിച്ച് എൻ്റെ കൂടെ ഒന്ന് ആമേൻ എന്ന് എല്ലാവരും ഒന്ന് ഉറക്കി ഒന്ന് പറഞ്ഞു. എല്ലാവരും ഒരു ആമേൻ പറഞ്ഞ്. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഇന്ന് സഹായിക്കുന്നല്ലോ. ഓരോരുത്തരെയും കർത്താവ് നമ്മളെ ശക്തിപ്പെടുത്തുന്നു. നമുക്കിന്ന് ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. കർത്താവ് സകലത്തെയും നമുക്കിന്ന് സാക്ഷ്യമാക്കി മാറ്റും ദൈവമാണ്. സകല കാര്യങ്ങളും ഇന്ന് അനുഗ്രഹമാക്കി മാറ്റും. ഏത് മേഖലയിൽ നമ്മൾ ഭാരപ്പെട്ടോ ആ മേഖലയിൽ നമ്മളെ അത്ഭുതമാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ഏത് മേഖലയിൽ നിങ്ങൾ പരാജയപ്പെട്ടുവെന്ന് ലോകം പറഞ്ഞോ അവിടെ ദൈവം നിങ്ങളെ സാക്ഷ്യമാക്കും. തുടർമാനമായിട്ട് നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടുവരുന്നു. ഇന്നും നമുക്ക് കർത്താവിൻ്റെ നമ്മളെ അത്ഭുതമാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ലോകം പറഞ്ഞു ഞാൻ നമ്മുടെ ലൈവ് ഒന്ന് സെറ്റ് ചെയ്താണ്. കർത്താവ് നമ്മളെ സൂക്ഷിക്കട്ടെ. ദൈവം നമ്മളെ സകല കാര്യത്തിലും ഇന്ന് സാക്ഷിയാക്കി മാറ്റുന്നല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടുവന്നു. ദൈവത്തിൻ്റെ വചനത്തിലെ മർമ്മങ്ങളെ നമ്മൾ കേൾക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് പലപ്പോഴും ഞാൻ ഇന്നൊരു ദൈവിക ചിന്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ പലപ്പോഴും എല്ലാവരും പറയുന്നൊരു വാക്കാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ നന്നായിട്ട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, എല്ലാവരും പറയും ബ്രദറെ ഞാൻ നന്നായിട്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ നല്ലപോലെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് എഫക്റ്റീവായിട്ടുള്ള ഒരു മാറ്റം എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, ദൈവസന്നിധിയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കാണാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിലും നമുക്ക് എഫക്റ്റീവായിട്ടുള്ളൊരു മാറ്റം കാണാൻ കഴിയാത്തത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരു കുഴപ്പം ഉണ്ടായിരിക്കുന്നത്? നിങ്ങൾ എത്ര പേര് ചിന്തിച്ചു എനിക്കറിയത്തില്ല. നിങ്ങൾ പലപ്പോഴും പറയാറില്ലേ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ കർത്താവിൻ്റെ വചനത്തെ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ ദൈവരാജ്യത്തിലെ എല്ലാ കാര്യങ്ങളെയും അനുസരിക്കുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ പ്രാർത്ഥനയ്ക്കൊരു മറുപടി ലഭിക്കാത്തത്? അപ്പോൾ എവിടെയാണ് നമ്മൾ ബ്ലോക്കായി കിടക്കുന്നത് നമ്മൾ എപ്പോഴും ഓർത്തോണം. പ്രാർത്ഥന എന്നുള്ളത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക എന്നുള്ളത്, എങ്ങനെയാണ് പ്രാർത്ഥന എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾ ദൈവസന്നിധിയിൽ പോയിട്ട് നിങ്ങളുടെ വിഷയങ്ങൾ പറയുന്നതല്ല പ്രാർത്ഥന. ശ്രദ്ധിച്ചോണം, നമ്മുടെ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ അറിയിക്കുന്നതല്ല പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നിങ്ങൾ കർത്താവുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷനാണ് പ്രാർത്ഥന. കർത്താവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധമാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കർത്താവുമായിട്ട് ബന്ധമുണ്ടോ എന്ന് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകാം? കർത്താവുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദൈവസന്നിധിയിൽ പോയി പരാതി പറയുകയല്ല. നിങ്ങളിപ്പോൾ പറയുകയാണ്, കർത്താവേ ഞാൻ ഇന്ന വിഷയത്തിൽ ഭാരപ്പെടുന്നു, ദൈവത്തിന് ആ വിഷയം അറിയാം.
എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, എൻ്റെ വിഷയം എന്നേക്കാൾ നന്നായിട്ട് ദൈവത്തിന് അറിയാന്ന് പറ. എന്റെ വിഷയം എന്നേക്കാൾ എന്റെ ദൈവത്തിനറിയാം. കൂടുതലായിട്ട് ആമേൻ. അപ്പൊ നമ്മുടെ വിഷയം ദൈവത്തിന് നമ്മളെക്കാൾ നന്നായിട്ട് മത്തായിയുടെ സുവിശേഷത്തിന് പറയുന്നത് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നത് മുമ്പേ പിതാവ് അറിയുന്നു. അപ്പൊ പിതാവിനെ അറിയാം. അപ്പൊ നമ്മൾ ദൈവസന്നിധി പോയിട്ട് കർത്താവെ ഞാൻ വലിയ വിഷയത്തിൽ ഭാരപ്പെടുന്നു എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ തെറ്റാണ്. കാരണം പിതാവിനെ അറിയാം. ഇപ്പം നിങ്ങൾ എന്നോട് വന്നിട്ട് പറയും, ബ്രദറെ എനിക്ക് ഭയങ്കര ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ എനിക്കത് അറിയത്തില്ല. പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തിയാൽ മനസ്സിലാവും, അല്ലാത്ത പക്ഷം എനിക്കത് അറിയത്തില്ല. അപ്പോൾ എന്നോട് നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? ആ വിഷയം പറയുകയാണ്, ഇന്ന വിഷയത്തിൽ ഞാൻ ഭാരപ്പെടുന്നു, എൻ്റെ കുടുംബ വിഷയത്തിൽ, എൻ്റെ തലമുറ വിഷയത്തിൽ, എൻ്റെ രോഗവിഷയത്തിൽ ഞാൻ ഭാരപ്പെടുന്നു. അപ്പോൾ ഞാൻ അറിയാത്തൊരു വിഷയം എനിക്ക് അറിയിച്ചു തരികയാണ്. എന്നാൽ നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇതേപോലെ തന്നെ അറിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയും ഞാനത് അറിയുന്നു. ഇപ്പം ശ്രദ്ധിച്ചോണം. അപ്പോൾ ദൈവത്തിന് ഇത് അറിയാം. നിങ്ങൾക്ക് ഈ പ്രശ്നം വന്നപ്പോൾ തന്നെ ദൈവത്തിന് അറിയാം, അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന പ്രശ്നത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ദൈവത്തിന് അറിയാം. നമുക്കറിയാം, യേശുക്രിസ്തു നഥനയേൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ യേശുവിലേക്ക് വന്ന സമയത്ത് അവിടെ ഒരു വാക്ക് പറയുന്നു, നഥനയേൽ നീ ഇരിക്കുന്ന സമയത്ത് തന്നെ, നീ അവിടെ ഇരുന്ന് ആ മരച്ചുവട്ടിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ നീ അത്തിയുടെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ കണ്ടു. ശ്രദ്ധിച്ചോളാം, ഞാൻ നിന്നെ കണ്ടു. അപ്പം നീ അവിടെ ഇരുന്ന് ഭാരപ്പെടുന്നതും നീ ഇരിക്കുന്നതും ഒക്കെ ഞാൻ മുന്നമേ കണ്ടു. ഫിലിപ്പോസ് ഈ നഥനയേലിനെ കൂട്ടിക്കൊണ്ട് വന്ന് യേശുവിനെ പരിചയപ്പെടുത്തുമ്പോൾ തന്നെ യേശു അങ്ങോട്ട് പറയുകയാണ്, നീ ഇരിക്കുന്ന ഇരിപ്പ് പോലും ഞാൻ അറിയുന്നുണ്ട്. അപ്പോൾ യേശു നമ്മുടെ സകല വിഷയങ്ങളെയും ദൈവം അറിയുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ദൈവത്തിന് അത് അറിയാം. നിങ്ങളിപ്പോൾ എന്നോട് പറയാം, ബ്രദർ എനിക്കൊരു പ്രയർ റിക്വസ്റ്റ് ഉണ്ട്, അപ്പോൾ ഞാൻ പറയും ഒരു വോയിസ് റെക്കോർഡ് അയക്കും, പ്രയർ റിക്വസ്റ്റ്, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് അയക്ക്. അതിപ്പോൾ നിങ്ങൾ അയച്ചപ്പോഴാണ് എനിക്ക് ആ വിഷയം മനസ്സിലായത്. ശ്രദ്ധിച്ചോണേ. അപ്പോൾ ദൈവത്തിന് ഇത് നമ്മൾ അയച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ? ദൈവത്തിന് നിങ്ങളുടെ വിഷയങ്ങളെ അയച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പം എന്തുകൊണ്ട് നിങ്ങളുടെ വിഷയങ്ങളെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഇവിടെയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. നമ്മുടെ അനുഗ്രഹത്തിന്റെ ഒരു തടസ്സം എന്നാന്ന് ചോദിച്ചാൽ, നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയുന്ന ദൈവത്തോട് പിന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് ദൈവപ്രവൃത്തി കാണാൻ കഴിയത്തില്ല. ഒന്ന് നാം മനസ്സിലാക്കണം, ദൈവം അറിയുന്നു. ഫിലിപ്പിയ ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും സ്വോത്രത്തോടെ ദൈവത്തോട് അറിയിക്കണം. ശ്രദ്ധിച്ചോണം, സ്വോത്രത്തോടെ എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിന്റെ കൂടെ സ്വോത്രം ചേർത്താൽ അതിന്റെ അർത്ഥം എന്നാണെന്നറിയാവോ? നിങ്ങളൊരു വിഷയത്തിന്റെ കൂടെ സ്വോത്രം എന്നൊരു വാക്ക് ചേർത്താൽ ആർക്കെങ്കിലും, നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വിഷയത്തിന്റെ കൂടെ സ്വോത്രം ചേർത്താൽ അതിന്റെ അർത്ഥം എന്തുവാ? അപ്പൊ നിങ്ങൾക്ക് വചനങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ പലരും മറന്നുപോയി, പക്ഷെ ഓർത്തവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു വിഷയത്തിന്റെ കൂടെ സ്വോത്രം ചേർത്താൽ അതിന്റെ അർത്ഥം, ആ വിഷയം സ്വോത്രം എന്ന് പറഞ്ഞാൽ താങ്ക്സ് ഗിവിങ്. ഇപ്പൊ ഞാൻ ഇന്നാള് പറഞ്ഞായിരുന്നു, നിങ്ങളുടെ വീട്ടിൽ വന്ന് ഞാൻ ഇച്ചിരി വെള്ളം ചോദിച്ചാൽ, നിങ്ങൾ എനിക്ക് കൊണ്ടുവന്ന് വെള്ളം തന്നാൽ ഞാൻ പറയും നന്ദി സഹോദരി, താങ്ക് യു എന്ന് പറയും. പക്ഷെ നിങ്ങൾ വെള്ളം കൊണ്ട് തന്നില്ല, ഞാൻ വെള്ളം ചോദിച്ചു, വെള്ളം കൊണ്ടുവരുമ്പോൾ തന്നെ ഞാൻ താങ്ക് യു എന്ന് പറഞ്ഞാൽ, ബ്രദർ എന്തിനാ എനിക്ക് താങ്ക്സ് പറയുന്നത്? നിങ്ങൾ ചോദിക്കത്തില്ലേ? എന്തെങ്കിലും തന്നാലല്ലേ നമ്മൾ താങ്ക്സ് പറയത്തുള്ളൂ. ഇവിടെ എന്തെങ്കിലും തരുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുകയാണ്? അവിടെ താങ്ക്സ് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ആ വിഷയം ലഭിച്ചു എന്നതിൻ്റെ കൺഫർമേഷനാണ്. ഇപ്പൊ വചനം പറയുന്നു, ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അതുണ്ടാവും. ഇതൊക്കെ നമുക്കറിയാമല്ലേ. നിങ്ങൾ പറയും, ബ്രദർ ഇതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, ഈ വിഷയങ്ങളൊക്കെ ബ്രദർ പറയാതെ തന്നെ എനിക്ക് നല്ലപോലെ അറിയാം. എനിക്കിപ്പോൾ അറിയേണ്ടത് എൻ്റെ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ എൻ്റെ പ്രശ്നങ്ങൾക്ക് എങ്ങനെയാണ് എനിക്ക് പരിഹാരം ലഭിക്കുന്നത്. ഇവിടെ ശ്രദ്ധിച്ചോണം, അറിയാവുന്ന ദൈവത്തിൻ്റെ അടുക്കൽ പോയിട്ട് നിങ്ങൾ വീണ്ടും നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റുകൾ പറയുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അറിവില്ലായ്മയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മുടെ അറിവില്ലായ്മയാണ് അവിടെ കൂടുതലും പ്രവർത്തിക്കുന്നത്. അപ്പം എന്താണ് ഈ അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ? വചനം ശ്രദ്ധിച്ച് നിങ്ങൾ വായിച്ചോണം. ദൈവത്തിന് ഇത് അറിയാം. നിങ്ങളൊരു പ്രശ്നത്തിൽ അകപ്പെടുമ്പോൾ, നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ കർത്താവ് ആ വിഷയത്തെ അറിഞ്ഞു. ആ വിഷയത്തിൻ്റെ പരിഹാരം ദൈവം എങ്ങനെ ചെയ്തെന്നറിയാവോ? ആ വിഷയത്തിൻ്റെ പരിഹാരം ദൈവം ചെയ്യുന്നത് നിങ്ങളുടെ നാവിലൂടെയാണ്.
ദൈവം പ്രവർത്തിക്കുന്നത് എപ്പോഴും ദൈവത്തിന്റെ വചനത്തിലൂടെയാണ്. ശ്രദ്ധിച്ചോണം, ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ദൈവസന്നിധിയിൽ പോയിട്ട് ശരിയാ ഒരു പ്രശ്നം വരും, എൻ്റെ പിതാവേ, ഞാൻ വളരെ സങ്കടം കൊണ്ട് പറയും, ഞാൻ വലിയൊരു പ്രശ്നത്തിൽ അകപ്പെട്ടു പോയി, ഞാനൊരു പ്രതിസന്ധിയിലായിപ്പോയി, ശരിയാ. പക്ഷെ ഇനി എന്ത് ചെയ്യണം? പിതാവിനത് അറിയാം. ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവത്തിനത് അറിയാം. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് സ്വോത്രം എന്നൊരു വാക്ക് വരണമെങ്കിൽ സ്വോത്രവും നിങ്ങളുടെ വിഷയവും തമ്മിൽ ചേരത്തില്ല. ശ്രദ്ധിച്ചോണം, സ്വോത്രം ഒരിക്കലും നിങ്ങളുടെ വിഷയവുമായിട്ട് ചേരുന്നതല്ല. സ്വോത്രം എന്ന വാക്ക് വചനവുമായിട്ടേ ചേരത്തുള്ളൂ. ദൈവവചനവും സ്വോത്രവുമായിട്ട്, ഞാൻ ആ വാക്യം നിങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് കാണിക്കാം. കർത്താവിന്റെ വചനവും സ്വോത്രം എന്ന വാക്കും തമ്മിലേ എപ്പോഴും ചേരത്തുള്ളൂ. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ ഈ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നിങ്ങളുടെ ഇടയിൽ പാർത്തു. വചനം ജഡമായി തീർന്നു, വേർഡ് ബിക്കം ഫ്ലഷ് എന്ന് പറഞ്ഞിരിക്കുന്നത്. വചനം ജഡമായി തീർന്നു. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ വിഷയം ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, വിഷയം നിങ്ങൾ ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരിക്കലും നിങ്ങളുടെ വിഷയങ്ങൾ മാറത്തില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ വിഷയങ്ങൾ ഇപ്പോൾ യേശുവേ കർത്താവേ, ഞാൻ വലിയ പ്രശ്നത്തില്ല, സ്വർഗത്തിലെ ദൈവം ഇങ്ങോട്ട് പറയും, ഞാനത് അറിയുന്നുണ്ട്. അപ്പൊ എന്താ പരിഹാരം? പരിഹാരം എന്താണ്? ഒന്നാമത്തെ പരിഹാരം, നിങ്ങൾ പറയുന്ന വിഷയവുമായി നിങ്ങൾ സ്വോത്രത്തെ ചേർക്കണം. സ്വോത്രം എന്ന് പറഞ്ഞാൽ താങ്ക്സ് ഗിവിങ്. ഇനി നിങ്ങളുടെ വിഷയം പരിഹരിക്കപ്പെടുമെന്നതിന്റെ പ്രൂഫ് എന്നാ? ഈ ഭൂമിയിൽ ദൈവം നമുക്ക് തന്നിട്ടുള്ളതിൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഉറപ്പുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ബൈബിൾ. അതായത് നമ്മളിതൊട്ടും ദൈവത്തെ കണ്ടിട്ടില്ല, പരിശുദ്ധാത്മനെ കണ്ടിട്ടില്ല, വിശ്വാസം എന്നാന്നുള്ളത് കാണാൻ പറ്റത്തില്ല. ഇതൊന്നും കാണാൻ പറ്റുന്നതല്ല, അദൃശ്യമാണ്. ദൃശ്യമായ ഒന്നേ ഉള്ളൂ, ദൈവത്തിന്റെ വചനം. ഇവിടെ പറയുകയാണ് വചനം ജഡമായി തീർന്നു. യേശുക്രിസ്തുവിനെ പറ്റി പറയുകയാണ്, വചനം ജഡമായി തീർന്നു. ദ വേർഡ് ബിക്കം ഫ്ലഷ്. വചനം ജഡമായി മാറി. അപ്പോൾ വചനത്തിനൊരു പ്രത്യേകതയുണ്ട്, വചനത്തിന് രൂപമാറ്റങ്ങൾ സംഭവിക്കും. ഞാൻ ഇന്നാൾ പറഞ്ഞായിരുന്നു അല്ലേ, നമ്മുടെ നാട്ടിലൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു കോൺവെന്റിന്റെയോ ഏതെങ്കിലുമൊക്കെ ഒരു സൊസൈറ്റിയുടെ ഒക്കെ മതിലേൽ വചനം എഴുതി വെച്ചിട്ടുണ്ട്. ആ വചനം എഴുതിയ പെയിന്റ് ചെയ്ത ആൾ ചിലപ്പം വചനം വിശ്വസിക്കുന്ന ആളൊന്നുമല്ല, അയാൾക്ക് ആ വചനമായിട്ട് ഒരു ബന്ധവും ഇല്ലായിരിക്കും. പക്ഷേ ആ വഴിയെ പോകുന്ന തകർന്നിരിക്കുന്ന ഒരു വ്യക്തി ആ വചനം നോക്കിയപ്പോൾ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഉടനെ ആ സഹോദരൻ, എൻ്റെ കർത്താവെ, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, ഞാൻ രക്ഷാ പദ്ധതിയിൽ വിശ്വസിക്കുന്നു, എൻ്റെ കർത്താവെ. ഇനി ആ സഹോദരി ഇങ്ങനെ വിശ്വസിക്കുക, ഞാൻ യേശുവിന്റെ നാമത്തിൽ രക്ഷപ്പെടും. ആ രക്ഷാവാചകമാണെങ്കിൽ പോലും ആ സഹോദരി പറയുക, ഞാൻ രക്ഷപ്പെടും യേശുവിന്റെ നാമത്തിൽ പറഞ്ഞാൽ ആ ഭിത്തിയിൽ എഴുതിയ വചനം എന്തായി തീരുന്നറിയാവോ? അവരുടെ ജീവിതത്തിൽ രക്ഷയായി മാറും. ദ വേർഡ് ബിക്കം ഫ്ലഷ് എന്ന് പറയുന്നത് പോലെ ആ വചനം എന്തായി മാറും? ഇപ്പൊ മനസ്സിലായോ? നിങ്ങൾ ദൈവസന്നിധിയിൽ പോയിട്ട് നിങ്ങൾ പ്രാർത്ഥനാ വിഷയങ്ങൾ, നിങ്ങളുടെ വിഷയങ്ങൾ പറയരുത്. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനത്തിൽ പറഞ്ഞേക്കുന്നത്, നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും സ്വോത്രത്തോടെ ദൈവസന്നിധിയിൽ അറിയിക്കുക. അത്ര ഞാൻ ഇന്ന് ആ വാക്യം എടുത്തില്ല, അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ചെയ്തോണം, കമന്റ് ചെയ്തോണം. നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും സ്വോത്രത്തോടെ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ അറിയിക്കണം. അപ്പൊ എന്തിനാണ് ഈ സ്വോത്രത്തോടെ അറിയിക്കുവാൻ പറയുന്നത്? കാരണം നിങ്ങളുടെ വിഷയങ്ങളും വചനവുമായിട്ട് അതിന് ബന്ധപ്പെടുത്താൻ വേണ്ടി. ഇനി ശ്രദ്ധിച്ചോണം, നിങ്ങൾ കർത്താവിന്റെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ വചനത്തിന് എന്ത് ചെയ്യാൻ പറ്റും? രൂപാന്തരപ്പെടാൻ പറ്റും. ഇനി ഞാൻ മറ്റൊരു വാക്യം നിങ്ങൾക്ക് വേണ്ടി എടുക്കാം. പരിചിതമായ വാക്യമാണ്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യമാണ്. ഇവിടെ വചനം പറയുകയാണ്, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം എൻ്റേതായിരിക്കും, അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കും. ശ്രദ്ധിച്ചോണം. അപ്പൊ വചനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്, ദൈവം തന്നെ അറ്റസ്റ്റ് ചെയ്ത് പറയുകയാണ്, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം അത് എൻ്റേതാണ്. ആ വചനത്തിനൊരു പ്രത്യേകതയുണ്ട്, ഞാൻ അയച്ച കാര്യം അത് വെറുതെ മടങ്ങി വരത്തില്ല. അപ്പം വചനം തിരിച്ചു പോകും ദൈവസന്നിധിയിലോട്ട്, പക്ഷെ വെറുതെ തിരിച്ചു പോകത്തില്ല. അത് എന്ത് ചെയ്യും? ദൈവത്തിന്റെ ഇഷ്ടമുള്ള കാര്യത്തെ നിവർത്തിക്കും. അപ്പൊ ദൈവത്തിന് എന്താണോ ആഗ്രഹം, ദൈവത്തിന് എന്താണോ ഇഷ്ടം, അത് വചനം നടത്തിത്തരും. ശ്രദ്ധിച്ചോണം, വചനത്തിന് ആ വിഷയമായി മാറുവാൻ കഴിയും. അല്ലെങ്കിൽ വചനത്തിന് ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് അതായി രൂപാന്തരപ്പെടാൻ പറ്റും. ഞാനിപ്പോൾ മനസ്സിലാകും, നമ്മൾ എപ്പോഴും നമ്മുടെ ഇടയിൽ നടക്കുന്ന ഒരു ഉദാഹരണം പറയാം. വലിയ രോഗത്താൽ ഭാരപ്പെട്ട്, കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറഞ്ഞില്ലേ, അവരുടെ ശരീരത്തിൽ മുഴയുണ്ടായിരുന്നു. രോഗത്താലുള്ള ഭാരപ്പെട്ട് ഒത്തിരി പേരുണ്ട്. ഫിലിപ്പിയർ 4:6 നോട്ട് ചെയ്തോണം. അപ്പൊ രോഗത്താൽ ഭാരപ്പെട്ടു. ഉടനെ എന്ത് ചെയ്തു? കർത്താവായ യേശുവിന്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്ന ആ സഹോദരി പറഞ്ഞുകൊണ്ടിരുന്നു.
തുടർമാനമായി പറഞ്ഞുകൊണ്ടിരുന്നു. ഉടനെ എന്ത് സംഭവിച്ചെന്നറിയാവോ? ദൈവത്തിന്റെ ഇഷ്ടം എന്നാ? യേശുവിന്റെ മുറിവിനാൽ സൗഖ്യമുണ്ടാകണം. ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയേ, ദൈവത്തിന്റെ ഇഷ്ടം നിവർത്തിക്കും. അതിന്റെ അർത്ഥം ആ വചനം എന്തായിത്തീരുന്നറിയാവോ? നിങ്ങളുടെ രോഗത്തിന്റെ മേൽ സൗഖ്യമായി മാറും. അടുത്ത വാക്യത്തിൽ പറയുന്നു, താൻ അയച്ച കാര്യം സാധിപ്പിക്കും. നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ചു നോക്കി. ഇച്ചിരി കടുത്ത രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്, ഇച്ചിരി കട്ടിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം പറയാണ്, ഞാൻ എന്താണോ അയച്ച കാര്യം അത് ചിലപ്പോൾ നടക്കും, ഒത്ത് എന്നല്ല, അത് സാധിക്കും. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, വചനം എന്തു പറഞ്ഞിട്ടുണ്ടോ അത് നടക്കുമെന്ന് പറ. അപ്പൊ നിങ്ങൾ എന്തിലാണ് ഉത്സാഹിക്കേണ്ടത്? നിങ്ങൾ വചനം പറയുവാൻ ഉത്സാഹിക്കണം. ഇപ്പൊ വചനത്തിന് രൂപമാറ്റം സംഭവിക്കും. ലോകത്തിൽ നമുക്കറിയാം, നിങ്ങൾക്കിപ്പോൾ ഞാൻ ഉദാഹരണം പറയാം, നമ്മുടെ നാട്ടിൽ മറ്റൊന്ന് മനസ്സിലാൻ വേണ്ടി പറയാം. ഈ നമുക്ക് ഇപ്പം നമ്മളിപ്പം കൊണ്ടുവന്ന് നമ്മളെ വീട്ടിലൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ചോറൊക്കെ കഴിക്കുന്നവരാ. കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരു കടയിലും പോയിട്ട് അല്ലെങ്കിൽ ഒരു പലചരക്ക് കടയിൽ പോയിട്ട് നമ്മൾ ആരും ചോറ് മേടിക്കാറില്ല. നമ്മൾ കടയിൽ പോയിട്ട് എന്ത് ചെയ്യും? അവിടെ നിന്ന് അരി മേടിക്കും. അരി കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് കഴുകിയത് എന്ത് ചെയ്യും? തിളപ്പിച്ച് കഴിയുമ്പോഴേക്കും പിന്നീട് കൊണ്ടുവന്ന അരിയല്ലത്, കട്ടിയുള്ള അരിയല്ല, അത് പിന്നീട് എന്തായിട്ട് മാറി? നമുക്ക് ഭക്ഷ്യയോഗ്യമായി തീരുന്ന രീതിയിൽ അത് ചോറായിട്ട് മാറി. പക്ഷെ കൊണ്ടുവരുന്ന അരി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കറി ഒഴിച്ച് കഴിക്കാൻ പറ്റുമോ? ഇല്ല. അതിനെ എന്ത് ചെയ്തു? മറ്റൊരു ഫോമിലേക്ക് അത് മാറി, നമുക്ക് ഭക്ഷിക്കാൻ യോഗ്യമായ രീതിയിലേക്ക് അത് മാറി. ഇപ്പം നിങ്ങളിലിരിക്കുന്ന ബൈബിൾ ഒരു പുസ്തക രൂപത്തിലാണ്. 66 പുസ്തകങ്ങൾ അടങ്ങിയിരിക്കുക, 66 പേജുകളുള്ള അല്ലെങ്കിൽ പുസ്തകങ്ങളുള്ള ഒരു ബുക്കായിട്ടാണ് വചനം ഇരിക്കുന്നത്. ഇതും വെച്ചുകൊണ്ട് നിങ്ങൾ ദൈവസന്നിധി പറയും, എൻ്റെ കർത്താവേ, ഞാൻ വലിയ പ്രശ്നത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. ശരിയാ, കർത്താവ് പറയുന്നുണ്ട്, ഞാൻ അറിയുന്നുണ്ട്. രണ്ടാം പ്രാവശ്യം, കർത്താവ്, ഞാൻ വലിയ പ്രശ്നത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക, എൻ്റെ കർത്താവ് എന്നെ സഹായിക്കണം. ദൈവം പറയുന്നു, ശരിയാ, ഞാനത് അറിയുന്നു. വീണ്ടും പറയുക, കർത്താവേ. അപ്പം ഇത് പറഞ്ഞിട്ടും ദൈവം എന്നാ കേൾക്കാത്തത്? ദൈവം എന്നാ മറുപടി തരാത്തത്? നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട്, ഇത്രയും ഞാൻ കരഞ്ഞു പറഞ്ഞിട്ട് പോലും കർത്താവ് എന്നാ കേൾക്കാത്തത്? അങ്ങനെ ചിന്തിച്ച ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ ചിന്തയുടെ മറുപടിയാണ്. അങ്ങനെ ചിന്തിച്ചതോട് ഞാൻ പറയുന്നു, ഇന്ന് കേട്ടോണം, ഇനി ചിന്തിച്ച് തല പുകയണ്ട. അവിടുന്ന് ഒരു മറുപടി കിട്ടത്തില്ല. കാരണം ദൈവം ഒരിക്കലും നിങ്ങളുടെ വിഷയങ്ങൾ കേട്ടിരിക്കുന്ന ആളല്ല. തമ്പുരാൻ പറഞ്ഞു, ഞാനത് അറിയുന്നു. ശ്രദ്ധിച്ചോളാം, ഞാനത് അറിയുന്നു. അപ്പൊ എന്താണ് മറുപടി? ഞാൻ എൻ്റെ വചനം അയക്കും. ഇപ്പൊ മനസ്സിലായോ? വചനത്തിൻ്റെ അകത്ത് എൻ്റെ ഇഷ്ടമുണ്ട്. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം എന്തുവാ? എൻ്റെ തകർച്ചയല്ല. ദൈവത്തിന്റെ ഇഷ്ടം എന്തുവാ? അതാണ് എപ്പോഴും തിരിച്ചറിയേണ്ടത്. ദൈവത്തിന്റെ ഇഷ്ടം, യേശു പറഞ്ഞൊരു വാക്ക് കണ്ടിട്ടുണ്ട് ഗെത്സമന തോട്ടത്തിൽ, പിതാവേ, എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറണം. എന്നെ അയച്ചിരിക്കുന്ന അതിനു വേണ്ടിയാ. നമ്മൾ ആദ്യം പറഞ്ഞ വാക്ക് മറക്കല്ലേ, യോഹന്നാൻ 1:14 ക്രിസ്തുവിനെ കുറിച്ചാണെങ്കിലും ആ വാക്ക് ശ്രദ്ധിച്ചോണം. ദ വേർഡ് ബിക്കം ഫ്ലഷ്. വചനം ജഡമായി മാറി. വചനം ജഡമായി മാറി. വചനം സൗഖ്യമായി മാറും. വചനം അത്ഭുതമായി മാറും. വചനം അനുഗ്രഹമായി തീരും. വചനം നിങ്ങൾ ഏത് വചനമാണ് ഉപയോഗിക്കുന്നത്, ആ വചനം നിങ്ങളുടെ മുമ്പിൽ മാനിഫെസ്റ്റ് ചെയ്യും. രൂപമാറ്റം ഉണ്ടാകും. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ കർത്താവ് പറയുകയാണ്, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം എൻ്റേതായിരിക്കും, അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ. എന്തൊരു കോൺഫിഡൻസോടെ ദൈവം പറഞ്ഞത്. വചനം വെറുതെ വരത്തില്ല. അത് എന്നിട്ട് ആ വാക്ക് ശ്രദ്ധിച്ചു നോക്കിയേ, ഞാൻ അയച്ച കാര്യം സാധിപ്പിച്ചിട്ടേ വചനം വരത്തുള്ളൂ. ഇപ്പൊ വചനത്തിന്റെ ശക്തി കൊണ്ടോ? നിങ്ങളുടെ പ്രതിസന്ധി അവിടെ വിഷയമല്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവിടെ വിഷയമല്ല. നിങ്ങൾ പറയാം, എനിക്ക് വലിയ വിഷയമാണ്, തമ്പുരാൻ പറയും, ഞാൻ അയക്കുന്ന വചനമുണ്ടല്ലോ, അത് സാധിപ്പിക്കാതെ അത് മടങ്ങി വരത്തില്ല. എൻ്റെ അർത്ഥം, എത്ര കൊടികെട്ടിയ പിശാചിനി ഇറങ്ങി വന്നാലും, എത്ര പിശാചുക്കൾ ഇനി ശക്തിയോടെ ഇറങ്ങി വന്നാലും, ഇനി സാക്ഷാൽ ലൂസിഫർ ഇറങ്ങി വന്നാലും, വചനം പറയും, ഞാൻ വന്ന കാര്യം സാധിപ്പിക്കാതെ മടങ്ങി പോകത്തില്ല. ഇപ്പം മനസ്സിലായോ? പക്ഷെ നമ്മളിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയാവോ? നമ്മൾ ഒരു തവണ വചനം പറയും, 10 തവണ നമ്മുടെ വിഷയം പറയും. കർത്താവ് പറയും, ഓക്കെ, എനിക്ക് മനസ്സിലായി. പിന്നെയും പറയും, മനസ്സിലായി. തമ്പുരാൻ നോക്കുന്ന എന്നാന്നറിയാവോ? നിങ്ങളുടെ അധരത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം ഇരിപ്പുണ്ടോ? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ സമാധാനമാണ്. അതുകൊണ്ടാണ് ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ സമാധാനത്തെ ഉണ്ടാക്കി. ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ സൗഖ്യം തന്നെ. അതുകൊണ്ടാണ് ക്രൂശിൽ യേശുവിൻ്റെ മുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു.
ദൈവത്തിന്റെ ഇഷ്ടം ബൈബിൾ പറഞ്ഞു 2 കൊരിന്ത്യർ 8:9 പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും ക്രിസ്തു യേശുവിന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനാകേണ്ടതിന് നിങ്ങൾ നിമിത്തം യേശു ദരിദ്രനായി തീർന്നു. ദൈവത്തിന്റെ ഇഷ്ടം അതാ. ദൈവത്തിന്റെ ഇഷ്ടം ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ദൈവത്തെ സേവിക്കണമെന്നാ. ദൈവത്തിന്റെ ഇഷ്ടം കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നവൻ കുടുംബമായിട്ട് രക്ഷ പ്രാപിക്കും. ദൈവത്തിന്റെ ഇഷ്ടം ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയും അവരെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറ എന്ന് പറയും. അതാ ദൈവത്തിന്റെ ഇഷ്ടം. ദൈവത്തിന്റെ ഇഷ്ടം യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. ദൈവത്തിന്റെ ഇഷ്ടം ഒരനർത്ഥവും നിനക്ക് വരത്തില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന്റെ മേൽ അടുക്കത്തില്ല. ഇത് നിവർത്തിക്കുന്ന വചനമാണ്. പക്ഷെ ഇപ്പൊ അത് ഇരിക്കുന്നത് എവിടെയാണെന്നറിയാവോ? ബൈബിളിൽ മാത്രമാണ്. ബൈബിളിൽ ഇരിക്കുന്ന വചനത്തിന് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയത്തില്ല? പ്രവർത്തിക്കാൻ കഴിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ നാട്ടിൽ മതിലിൽ ഇരിക്കുന്ന വചനത്തിന് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയത്തില്ല? അത് ഇറങ്ങി വന്ന് നിങ്ങളെ തൊടാൻ കഴിയത്തില്ല. ആ മതിലെ കാറ്റും മഴയും എല്ലാം കൊണ്ട് ചിലപ്പോൾ പൂപ്പലും പിടിച്ച് ചെളിയൊക്കെ പിടിച്ച് ആ വചനം അവിടെ തന്നെ ഇരിക്കും. വർഷാവർഷം ആരെങ്കിലും വന്ന് എന്ത് ചെയ്യും? അത് കഴുകി വൃത്തിയാക്കും. ആ വചനത്തിന് എന്ത് ചെയ്യാൻ കഴിയത്തില്ല? ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ആ വചനം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, ആ വചനത്തിനൊരു പ്രവൃത്തി ഉണ്ടാകണമെങ്കിൽ ആ വചനം എടുത്ത് ആരെങ്കിലും ഉപയോഗിക്കണം. ഇപ്പൊ മനസ്സിലായോ? ആരാണോ ആ വചനത്തെ എടുത്ത് ഉപയോഗിക്കുന്നത് ആ വ്യക്തിയുടെ മേലേക്ക് ആ വചനം മാനിഫെസ്റ്റ് ചെയ്യുവാനിടയായി തീരും. ആരാണോ ആ വചനത്തെ ഉപയോഗിക്കുന്നത് ആ വ്യക്തിയുടെ മേലേക്ക് ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി എന്ത് ചെയ്യും? വെളിപ്പെടുവാൻ തുടങ്ങും. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും തോറും എന്താ സംഭവിക്കുന്നറിയാവോ? പ്രശ്നങ്ങൾ വലുതാകത്തേ ഉള്ളൂ. പ്രശ്നത്തിന് വലുതാകാൻ കഴിയും, എന്നാൽ അതിനൊരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറാൻ കഴിയത്തില്ല. എന്നാൽ വചനത്തിന് എന്ത് ചെയ്യാൻ കഴിയും? ദൈവം അയച്ച കാര്യത്തെ സാധിപ്പിക്കുവാൻ കഴിയും. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഈ ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾ ഈ ദിവസങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ചെയ്യുന്നൊരു തെറ്റായ കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നിങ്ങളിപ്പോൾ പറയുവാണ്, ഉദാഹരണമായിട്ട് ഒരു വാക്യം നിങ്ങൾ ഈ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അനുഗ്രഹത്തിന്റെ വചനം ഒരാൾ പറഞ്ഞേ. ഏത് വചനമാണ് നിങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നത്? അപ്പൊ എല്ലാവരും ഓരോരോ വാക്യങ്ങളാണ്. അപ്പൊ ഇന്നൊരു സഹോദരൻ എനിക്കൊരു മെസ്സേജ്, ഞാൻ പെട്ടെന്ന് ആ മെസ്സേജ് കണ്ടപ്പോൾ ആ സഹോദരൻ പറഞ്ഞൊരു ബിസിനസ് തുടങ്ങി, പക്ഷേ ബിസിനസ്സിൽ നഷ്ടത്തിലാണ്, അതൊന്നും സംഭവിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം ഞാൻ ആ സഹോദരിക്ക് ഒരു മറുപടി അയച്ചു. സഹോദരി എന്ന പ്രാർത്ഥനയ്ക്ക് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ആ സഹോദരിക്ക് ഒരു വാക്യം അയച്ചു. സഹോദരി ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ ജോലിയിലും ബിസിനസ്സിലും നന്മയുണ്ടാകുന്ന വചനങ്ങളുണ്ട്. അപ്പം അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യഹോവ എൻ്റെ കളപ്പുരകളിൽ ഞാൻ തൊടുന്ന എല്ലായിടത്തും അനുഗ്രഹത്തെ കൽപ്പിച്ചിരിക്കുന്നു. സങ്കീർത്തനം 23 പറഞ്ഞ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എൻ്റെ പുറകെ വരും. ആവർത്തനം 28 വീണ്ടും പറയുന്നു, ഇന്ന് എൻ്റെ കൊട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. അവിടെ നിന്റെ എന്നുള്ളത് എൻ്റെ എന്നാക്കണം. അപ്പം ഇത് ഞാൻ പറയുകയെന്ന് വിചാരിച്ചു. യഹോവ എൻ്റെ കളപ്പുരകളെ ഞാൻ തൊടുന്ന, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിൽ ആ കളപ്പുര എന്നുള്ളത് കളപ്പുര മാറ്റിയിട്ട് നിങ്ങൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത്, എന്ത് ബിസിനസ് ആണോ ചെയ്യുന്നത്, ഏത് മേഖലയിലാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, ആ ജോലി പറഞ്ഞുകൊണ്ട് യഹോവ എന്നെ ഈ സ്ഥലത്ത് എന്ത് ചെയ്യും? ഞാൻ തൊടുന്ന എല്ലായിടത്തും ഒരു അനുഗ്രഹമാക്കി മാറ്റും. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും? പിശാചിന്റെ ഒരു തന്ത്രം ഞാൻ പറഞ്ഞുതരാം, അവൻ്റെ ട്രിക്ക് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ പറഞ്ഞു നല്ല ശക്തിപ്പെട്ട് ഭയങ്കര സ്വോത്രമൊക്കെ പറഞ്ഞ് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ മനസ്സിൻ്റെ അകത്തൊരു ഭാരം, ആ വിഷയത്തിൻ്റെ ഭാരത്തെ പൊക്കിക്കൊണ്ടുവരും. എന്നിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യും, ഇതങ്ങോട്ട് ശരിയാകുന്നില്ല. ഇതെന്ത് സംഭവിക്കുമെന്നറിയാവോ? വചനത്തിന് നിങ്ങളുടെ അകത്തിരിക്കുന്ന വിശ്വാസം ആവശ്യമാണ്. ശ്രദ്ധിച്ചോണം, വചനത്തിന് പ്രവർത്തിക്കണമെങ്കിൽ, ഒരു വിത്ത് മുളയ്ക്കണമെങ്കിൽ അതിന് വെള്ളം ആവശ്യമുള്ളതുപോലെ വചനം പ്രവർത്തിക്കണമെങ്കിൽ വചനത്തിന് വിശ്വാസം വേണം. മതിലേൽ എഴുതിയിരിക്കുന്ന വചനം പെയിന്റ് ചെയ്യുന്ന ആള് ചിലപ്പോൾ അദ്ദേഹം വർത്താനം പറഞ്ഞ് സിനിമാ പാട്ടും പാടി അദ്ദേഹം ചിലപ്പം ബീഡിയൊക്കെ വലിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ ജോലിയായിട്ടാണ് പുള്ളി പെയിന്റ് ചെയ്യുന്നത്. അയാളെ സംബന്ധിച്ചിടത്തോളം ആ വചനവുമായിട്ടൊരു ബന്ധവുമില്ല. പക്ഷെ വഴിയെ പോകുന്ന ഒരു വ്യക്തി, തകർന്നിരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ആ മതിലിരിക്കുന്ന വചനം നോക്കി, ഓർത്തോണം, ഒരു വ്യക്തി അത് പെയിന്റ് ചെയ്യുന്ന ആൾ, എനിക്കറിയാവുന്ന ഒരു പെയിന്റ് ചെയ്യുന്ന മനുഷ്യൻ അങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പുള്ളി അയാൾ വിശ്വാസിയോ ബൈബിള് വായിക്കുന്ന ആളൊന്നുമല്ല, അയാളുടെ ജോലി പോലെ അയാൾ പെയിന്റ് ചെയ്യുക.
എന്നാൽ വഴിയെ പോയ തകർന്നൊരു വ്യക്തി പെട്ടെന്ന് കാണുവാണ് കർത്താവിൽ വിശ്വസിക്കുന്ന ഞാൻ രക്ഷപ്പെടും. ഉടനെ എന്ത് ചെയ്തു? ആ എഴുതപ്പെട്ട വചനം, പെയിന്റിങ് ചെയ്യുന്ന ഒരു മനുഷ്യൻ എഴുതപ്പെട്ട വചനം ആ സഹോദരി എന്ത് ചെയ്തു? യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞ് അത് ഏറ്റെടുത്തപ്പോൾ ആ എഴുതപ്പെട്ട വചനവും വിശ്വാസവും കൂടെ ചേർന്നപ്പോൾ അവരുടെ ശരീരത്തിൻ്റെ മേലേക്ക് എന്ത് ചെയ്തു? ആ വചനം അതിൻ്റെ നിവൃത്തി തലത്തിലേക്ക് വരുവാൻ തുടങ്ങി. ആ വചനം അയച്ച കാര്യം സാധിപ്പിക്കുവാൻ തുടങ്ങി. ശ്രദ്ധിച്ചോണം. അപ്പം നിങ്ങൾ പറയുന്ന ഒരു വാക്ക് അത് വിശ്വാസത്തിന് പകരം അവിശ്വാസമായി മാറുകയും വചനവും അവിശ്വാസവുമായിട്ട് ചേരത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? വചനവും വിശ്വാസവും ചേരത്തുള്ളൂ. ഇപ്പം നിങ്ങൾ പറയുക, ബ്രദറെ, എനിക്കൊരു രക്ഷയില്ല, ഞാനിപ്പോൾ കാര്യം പ്രാർത്ഥിക്കുകയും വചനം പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഒന്നും അങ്ങോട്ട് ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇത് ശരിയാകുമെന്ന്. അങ്ങനെ വായുന്നൊരു അബദ്ധവശാൽ വാക്ക് പറഞ്ഞാൽ ഉടനെ കർത്താവേ, ഞാൻ പറഞ്ഞ ആ തെറ്റിനെ എന്നോട് ക്ഷമിക്കണം, ഞാൻ ആ വാക്കിനെ ക്യാൻസൽ ചെയ്യുന്നു. കാര്യം നിങ്ങൾ ആ ഒറ്റ വാക്ക് പറഞ്ഞ നിമിത്തം നിങ്ങളുടെ അകത്തേക്ക് അത് എന്ത് ചെയ്തു? അവിശ്വാസം കയറാൻ സാധ്യതയുണ്ട്. അവിശ്വാസം കയറിയാൽ എന്നെ കുഴപ്പമെന്നറിയാവോ? നിങ്ങളിനി എത്ര വചനം പറഞ്ഞാലും ആ വചനം പ്രവർത്തിക്കത്തില്ല. അത് ബൈബിളിലിരിക്കുന്ന വചനം പോലെയാണ്, അത് മതിലിലിരിക്കുന്ന വചനം പോലെ, അതിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. അതിന് പ്രവർത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വചനത്തിൽ വാക്യമുണ്ട്. നമ്മൾ റോമാലേഖനം 10 വാക്യമുണ്ട്, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം, എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? രക്ഷിക്കപ്പെടും. എങ്ങനെ എന്ത് ചെയ്യണം? ഹൃദയത്തിൽ വിശ്വസിച്ച് വാ കൊണ്ട് പറയണം. അപ്പൊ ഹൃദയത്തിൽ വിശ്വസിക്കണം. എന്താ വിശ്വസിക്കണം? ഇത് നടക്കും. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, ഞാൻ പറയുന്ന വചനം നടക്കുമെന്ന് പറ. ആമേൻ. അപ്പൊ നമുക്ക് ഈ ഒരു കാര്യത്തിൽ ഉറപ്പ് വരണം. ഞാൻ പറയുന്ന വചനം നടക്കും. സാഹചര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? പ്രസ് ചെയ്തുകൊണ്ടേയിരിക്കും. ശ്രദ്ധിച്ചോണം. സാഹചര്യങ്ങൾ എന്തുകൊണ്ടാണ് പ്രസ് ചെയ്യുന്നറിയാവോ? ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ ഉള്ളിൽ അവിശ്വാസം കൊണ്ട് നിങ്ങൾ അത് മനസ്സിലാക്കണം. എന്തിനാണ് ഇത്രയും ഭാരം എനിക്ക് വരുന്നത്? ഇത്രയും അവിശ്വാസം എന്നിൽ കയറ്റാൻ വേണ്ടിയാ. എന്തിനാ ഇത്ര അവിശ്വാസം എന്നിൽ കയറ്റുന്നത്? ഞാൻ പറയുന്ന വചനത്തെ പ്രവർത്തിപ്പിക്കാതിരിക്കാൻ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഭാരം വരുമ്പോൾ വചനം ഉറക്കെ പറഞ്ഞോണം. ഭാരം വരുമ്പോൾ എന്ത് ചെയ്തോണം? വചനം ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഒരു 10 തവണയോ 20 തവണയോ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭാരം വിട്ടു മാറും. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്നറിയാവോ? ദ വേർഡ് ബിക്കം ഫ്ലഷ്. വചനം ജഡമായി തീർന്നു. അപ്പൊ വചനത്തിന് രൂപമാറ്റം സംഭവിക്കും. വചനത്തിന് അതുകൊണ്ടാണ് നമ്മൾ എത്രയോ സാക്ഷ്യം വചനം പറഞ്ഞിട്ട് അത്ഭുതം നടന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഈ സൂമിൽ പങ്കെടുക്കുന്നുണ്ടോ? വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഒരത്ഭുതം, ഒന്ന് ചുരുക്കം വാക്ക്, ഒരു സൗഖ്യത്തിന്റെ ഒരു അത്ഭുതം, ഏതെങ്കിലും ഒരു സൗഖ്യത്തിന്റെ ഒരു മിനിറ്റ് എനിക്ക് ഒരു സാക്ഷി ഒന്ന് കേൾക്കാൻ വേണ്ടിയാണ്. ഒറ്റ സാക്ഷ്യം കേട്ടോ. നമ്മളെ സാക്ഷി എല്ലാ ദിവസവും കേൾക്കുന്നതാണ്. വചനം പറഞ്ഞിട്ട്, ശ്രദ്ധിച്ചോണം, ബ്രദർ പ്രാർത്ഥിച്ചിട്ടല്ല, വചനം പറഞ്ഞിട്ട് രോഗസൗഖ്യം കിട്ടിയ ഒരാളുണ്ടെങ്കിൽ ആ ഒരാൾ ഒന്ന് പറയാൻ തുടങ്ങുമ്പോൾ മറ്റേ ആളൊന്ന് മ്യൂട്ട് ചെയ്താൽ മതി. ഒരാളുണ്ടെങ്കിൽ ചുരുക്കം വാക്ക്, നീട്ടിപ്പോലെ. സൗഖ്യമുണ്ടെന്ന് പറഞ്ഞു. കൈയുടെ വേദന പോയി, നീര് പോയി, എല്ലാം എനിക്ക് പരിപൂർണ സൗഖ്യം വന്നു. എത്ര നാളുള്ള ബുദ്ധിമുട്ടായിരുന്നത്? എനിക്ക് എപ്പോഴും എനിക്കിപ്പം ഒന്ന് വീണതാ, ഒരു 3-4 മാസത്തിന് മുമ്പേ ഒന്ന് വീണതാ. ഞാൻ ബ്രദറിനോട് പറഞ്ഞായിരുന്നു, എന്റെ കൈക്ക് നീരായിരുന്നു, എനിക്ക് ഒന്നും എടുക്കത്തില്ലായിരുന്നു. 2-3 മീൻചട്ടി പോലും കൈയുടെ ബലമില്ലായ്മ കൊണ്ട് താഴെ വീണ് പൊട്ടിപ്പോയി. പക്ഷെ ഞാൻ ഇതിന്റെ കർത്താവിന്റെ, ഞാൻ ബ്രദറിന്റെ വചനം കേൾക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വചനം എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്തൊക്കെ ഇപ്പം പുതിയതായിട്ട് കിട്ടിയ ജോലിയാണ് കഴിഞ്ഞ മാസം. അന്ന് തൊട്ട് ഞാൻ ഈ കൈ വെച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാ പോകുന്നത്. എന്റെ യേശുവിന്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യമുണ്ട്. എനിക്ക് ഒരുപാട് സൗഖ്യം വന്നു. ആമേൻ. കേട്ടോണം. എനിക്കറിയാം ഒത്തിരി സാക്ഷി നിങ്ങൾക്ക് പറയാനുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും ശ്രദ്ധിച്ചു നോക്കി. ആ സഹോദരി പറഞ്ഞു 3-4 മാസമായിട്ട് വീഴ്ച നിമിഷം കയ്യിൽ നീരും വേദനയായിരുന്നു. പറഞ്ഞ പോലെ തന്നെ ചട്ടി പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് ചട്ടി താഴെ വീണ് പലതും പൊട്ടിപ്പോയി. പക്ഷേ നമ്മുടെ ഇത് യൂട്യൂബിൽ കഴിഞ്ഞ ദിവസം എങ്ങനെ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം എന്നുള്ളത് കേട്ടിട്ട് അതേപോലെ പറയാൻ തുടങ്ങി. യേശുവിൻ്റെ തിരുമുറിവിനാൽ അങ്ങനെ പറഞ്ഞു പ്രാർത്ഥിക്കുന്ന ആ വേദന കംപ്ലീറ്റ് മാറി. അതെന്ത് സംഭവിച്ചെന്നറിയാവോ? ആ വചനം സൗഖ്യമായി മാറി. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിന് എന്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ വിഷയങ്ങൾക്കകത്തൊരു അത്ഭുതമായി മാറിക്കൂടാ?
ഇതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ദൈവസന്നിധിയിൽ പറഞ്ഞ് നമ്മൾ പോലും അടുത്തിട്ടും ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാത്തതിൻ്റെ കാരണം മനസ്സിലായോ? കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം കേൾക്കാൻ നിൽക്കുന്ന ആളല്ല. എപ്പോഴും ഓർത്തോണം, കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം കേൾക്കാൻ നിൽക്കുന്ന ആളല്ല. കർത്താവ് കാൽവരി ക്രൂശിൽ നിങ്ങൾക്ക് വേണ്ടി വില കൊടുത്തയാളാ, നിങ്ങൾക്ക് പരിഹാരം ചെയ്തയാളാ യേശു. അതുകൊണ്ടാണ് കർത്താവിന് കർത്താവെ ഞാൻ വലിയ വിഷയത്തിൽ ഭാരപ്പെടുന്നു. കർത്താവ് പറഞ്ഞു കാൽവരി ക്രൂശ് ഞാൻ അതിന് വേണ്ടിയ വില കൊടുത്ത, അത് പോയി തിരിച്ചറിയേ. ഇപ്പം നിങ്ങൾ പറയാം കർത്താവെ ഞാൻ വലിയ രോഗത്താൽ ഭാരപ്പെടുന്നു, യേശു എന്തായിരിക്കും മറുപടി പറഞ്ഞു? നിങ്ങൾ പറ, യേശുവിൻ്റെ മറുപടി എന്തായിരിക്കും? ഇത്ര നാളും വചനം യേശുവിൻ്റെ മറുപടി എന്തായിരിക്കും? അറിയാവുന്ന ആരെങ്കിലും പറ. കർത്താവ് എനിക്ക് കണ്ടോ, കർത്താവിന്റെ മറുപടി ഇതായിരിക്കും, ഈ രോഗം ഞാൻ ഇന്നലെ വഹിച്ചതാന്നേ എന്ന്. ഇന്നേക്ക് 2000 വർഷം മുമ്പ് ആ ഗോൽഗോത്തായിൽ, ആ കാൽവരി ക്രൂശിൽ ഞാൻ ഈ രോഗത്തെ വഹിച്ചത്, ഞാൻ കൊണ്ട അടി കണ്ടോ? അറക്കപ്പെട്ട കുഞ്ഞാടിനെ പറ്റി വെളിപ്പാട് ദിവസം പറഞ്ഞോണ്ട് ഇന്നും ആ മുറിവുണ്ട്. ആ മുറിവ് കാണിച്ചുകൊണ്ട് യേശു പറഞ്ഞു ഇത് കണ്ടോ, ഈ സൗഖ്യമാണ്. പക്ഷെ നമ്മൾ പിന്നെയും പറയാം കർത്താവേ ഞാൻ രോഗത്തില്ല. യേശു പിന്നെയും മുറിവ് കാണിക്കുക, നമുക്ക് കാണാൻ പറ്റാത്തതുകൊണ്ടാ. നമ്മൾ അങ്ങോട്ട് പരാതി പറയുമ്പോൾ, പ്രാർത്ഥന വിഷയമായിട്ട് പറയുമ്പോൾ കർത്താവിൻ്റെ മുറിവ് കാണിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഓരോ പ്രശ്നം പറയുമ്പോൾ കർത്താവ് അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ്ലീഹ പറഞ്ഞത്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാണിച്ചിട്ട് നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കിയവൻ ആര്? ഗലാത്യ ലേഖനം 3-ാം അധ്യായം. ഇപ്പൊ മനസ്സിലായോ? പൗലോസ്ലീഹ വരച്ചു കാണിക്കുകയാണ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. അതുകൊണ്ട് നമ്മൾ ഭയങ്കര ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കാണുമ്പോൾ കർത്താവ് എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്നല്ല, കർത്താവ് ക്രൂശിൽ എനിക്ക് വേണ്ടി പരിഹാരം നടത്തി. ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്തോണ്ടിരിക്കുക? ഈ ദിവസങ്ങൾ ഇനി പ്രാർത്ഥനാ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കരുത്. പ്രയർ റിക്വസ്റ്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കും തോറും കർത്താവ് ഇങ്ങനെ താടിക്കും കൈ വെച്ചുകൊണ്ട് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കും, ഞാൻ ആർക്ക് വേണ്ടിയായി മരിച്ചത്? നിങ്ങൾ ഈ പരാതി പറഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടി ആണോ ഞാൻ ക്രൂശിൽ മരിച്ചത്? നിങ്ങളിങ്ങനെ എന്നോട് എപ്പോഴും വന്ന് ഞാൻ പ്രശ്നത്തെ പറയാൻ വേണ്ടിയല്ല, ക്രൂശിൽ എൻ്റെ പ്രശ്നത്തെ യേശു വഹിച്ചിരിക്കുന്നു. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ മുന്നോട്ട് പോകുമെന്ന് വചനം പറയണം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ബൈബിൾ എഴുതപ്പെട്ടത് ഗ്രീക്കും അരാമിക്കും എബ്രായർ ഭാഷയിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും ഭാഷയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലക്ഷക്കണക്കിന് ആളുകൾ, അല്ലെങ്കിൽ നമുക്ക് ലക്ഷം എന്ന് പറയാം, അതിൽ കൂടുതൽ ആൾക്കാരുണ്ട്, നൂറ്റാണ്ടുകളായിട്ടുണ്ട് ഇതിങ്ങനെ പല ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത്. എനിക്കൊന്ന് ഇന്ത്യയിൽ എത്ര ലാംഗ്വേജുകളുണ്ടോ അത്രയും ലാംഗ്വേജുകളിൽ പോലും ഇപ്പോൾ ബൈബിളുണ്ട്. മറാഠിയിലും കർണാട്ടിക്കിലും ആന്ധ്രയിലും തെലുങ്കിലും മലയാളത്തിലും തമിഴിലും എല്ലാം ബൈബിളുണ്ട്. ഇത്രയും സുലഭമായിട്ട് നിങ്ങളുടെ ഉള്ളം കയ്യിൽ, നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷയിൽ, നിങ്ങളുടെ തൊട്ടടുത്ത് കർത്താവ് ബൈബിള് തന്നിട്ട് നമ്മൾ ബൈബിൾ അടച്ചു വെച്ചിട്ട് നമ്മളിപ്പോൾ എന്തോന്നിരിക്കും? ഇത് പലരുടെയും കുഴപ്പം, എങ്ങനെ പ്രാർത്ഥിക്കണമെന്നറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ച് മടുക്കുന്നത്. പ്രാർത്ഥിച്ച് മടുത്തോട് ഞാൻ പറയുന്നത്, ഇനി പറഞ്ഞു പ്രാപിക്ക്. വചനത്തെ നിങ്ങളൊന്ന് അയക്ക്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, വചനം പറയുമ്പോൾ ശ്രദ്ധിച്ചോണം. ഒരു പേനയും പേപ്പറും എല്ലാ ദിവസവും എടുക്കും. ഒരു 2 ദിവസം നിങ്ങളൊന്ന് ചെയ്താൽ മതി, ബാക്കി നിങ്ങൾക്ക് ശരിയാവും. ഞാൻ പറയുന്ന വചനത്തിന് വിരുദ്ധമായിട്ട് എന്തൊക്കെ ഞാൻ പറയുന്നുണ്ടെന്ന്, അതാണ് തടസ്സം. ഒന്നാമത്തെ തടസ്സം, ഞാൻ പറയുന്ന വചനത്തിന് വിരുദ്ധമായിട്ട് ഞാൻ തന്നെ പറയുന്നു, അതാണ് നടക്കാത്തതിന് ഒന്നാമത്തെ തടസ്സം. മൂന്നാമത്തത് ശ്രദ്ധിച്ചോണം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കൊരിക്കലും ദൈവസന്നിധിയിൽ നമ്മൾ നെഗളവുണ്ടാകരുത്. നമ്മൾ കർത്താവിൻ്റെ വചനം പറയുമ്പം നമ്മളിലൊരു ഓവർ കോൺഫിഡൻസിൽ പറയരുത്, നമ്മളിൽ ഓവർ കോൺഫിഡൻസ് ഉണ്ടാകരുത്. നമ്മൾ വചനത്തിൽ കോൺഫിഡൻസ് ആയിരിക്കണം. ശ്രദ്ധിച്ചോണം, നമ്മളിൽ ഓവർ കോൺഫിഡൻസ് വരരുത്. എനിക്കറിയാം കർത്താവ് അത് എനിക്ക് വേണ്ടി ചെയ്യും, അങ്ങനെയല്ല. കർത്താവിൻ്റെ വചനത്തിൽ അങ്ങനെ ഉള്ളതുകൊണ്ട് ഞാൻ ഉറപ്പായും കാണുമെന്ന് പറയണം. മനസ്സിലായോ? അപ്പോൾ വചനത്തെ നാം കൂട്ടുപിടിക്കണം. കാര്യം വചനമാണ്, ഞാൻ ആദ്യം വീണ്ടും പറയുന്നത്, ദ വേർഡ് ബിക്കം ഫ്ലെഷ്. വചനമാണ് ജഡമായി മാറിയത്. ദൈവവചനത്തിനാണ് പ്രവൃത്തി തികയ്ക്കുവാൻ ശക്തിയുള്ളത്. ദൈവത്തിൻ്റെ വചനത്തിനാണ് അത് ദൈവം അയച്ച കാര്യം സാധിപ്പിക്കാൻ കഴിയുന്നത്. അപ്പോൾ വചനത്തെ കൂട്ടുപിടിക്കണം. വചനം നിങ്ങളുടെ കൂട്ടുകാരനാകണം. വചനം പ്രതിസന്ധി വരുമ്പോൾ ഓടിപ്പോയി വചനത്തെ വട്ടം പിടിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ഇന്നാൾ പറഞ്ഞിട്ടുള്ളതാണ്. യാക്കോബിനൊരു പ്രശ്നം വന്നപ്പം തൻ്റെ സഹോദരൻ തന്നെ കൊല്ലാൻ വേണ്ടി, തൻ്റെ സഹോദരൻ കൊല്ലാൻ വേണ്ടി തന്നെ എതിരേൽക്കാൻ വേണ്ടി വരികയാണ്. ഏശാവ് വരികയാണ്.
ഏശാവ് വരുന്ന സമയത്ത് യാക്കോബിന് മനസ്സിലായി കാര്യം, 2 സൈന്യത്തിനുള്ള ആൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിലും തനിക്കൊരു കാര്യം മനസ്സിലായി, ഇതൊന്നും കാര്യമൊന്നുമില്ല. തനിക്ക് ഭയം ഉണ്ടായി. താൻ ഉടനെ പ്രാർത്ഥനാ മുറിയിൽ പോയിട്ട് വിളിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, യഹോവേ നീ എന്നോട് പറഞ്ഞ വാഗ്ദത്തം. ശ്രദ്ധിച്ചു നോക്കി, നീ എന്നോടൊരു വാക്ക് പറഞ്ഞ് ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ശ്രദ്ധിച്ചു നോക്കി, ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്നും നീ എന്നെ മടക്കി കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞ് തൻ്റെ വാഗ്ദത്തങ്ങളെ താൻ ഉയർത്തിപ്പിടിച്ചു. തനിക്ക് പേടിയുണ്ട്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തതാണ്. താൻ വിറയ്ക്കുകയാണ്, പേടിക്കുവാണ്. പക്ഷെ തൻ്റെ പ്രാർത്ഥനാ മുറിയിൽ താൻ വചനത്തെ കൂട്ടുപിടിച്ചു. ഈ വചനത്തെ കൂട്ടുപിടിച്ച ഗുണം എന്നറിയോ? ദൈവത്തിന് നിങ്ങളെ മറികടന്ന് പോകാൻ കഴിയത്തില്ല. കാര്യം ദൈവത്തിൻ്റെ ദൈവത്തിന് വാക്ക് മാറാൻ കഴിയത്തില്ല. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? വചനം നിങ്ങളുടെ കൂട്ടുകാരനാകണം. വചനം നിങ്ങളുടെ സ്വന്തമാകണം. വചനം നിങ്ങളുടെ ഉള്ളിലാകണം. വചനപ്രകാരമായിരിക്കണം നിങ്ങളുടെ ഓരോ ചോദ്യങ്ങളും. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ പോകത്തില്ല. അവരിവരും പറയുന്നത് നോക്കി നടക്കരുത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ബിസിനസ്സിന് വേണ്ടിയോ ജോലിക്ക് വേണ്ടിയോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ജീവിതകാലം മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കത്തോ. കാര്യം നമ്മുടെ പ്രാർത്ഥന എന്തുവാ? മാറണമേ, പ്രശ്നം മാറണമേ, തടസ്സം മാറണമേ, രക്ഷപ്പെടുത്തണമേ. നമ്മുടെ പ്രാർത്ഥനകൾ മുഴുവനും അഭയയാചനകളാണ്, അപേക്ഷകളാണ്. അപേക്ഷകൾ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, അവിടെ ചെല്ലത്തില്ല. പകരം എന്ത് ചെയ്യണം? കാൽവരി ക്രൂശിൽ കർത്താവ് ഇതിൻ്റെ പരിഹാരമായ വചനങ്ങളുണ്ട്, അത് തപ്പിയെടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ആ വചനത്തെ ഒന്ന് അയക്കണം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് നമ്മുടെ പ്രാർത്ഥനയുടെ തടസ്സം? കാരണം മനസ്സിലായോ? എത്ര പേർക്ക് മനസ്സിലായി ഇതാണ് കാരണമെന്ന്? ഇനി ശ്രദ്ധിച്ചോണം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പറയും, ചിലർക്ക് ഇതായിരിക്കത്തില്ല ഒരു കാരണം. നമ്മൾ വചനം പറയുമ്പോൾ ശ്രദ്ധിച്ചോണം. വചനം പറയുന്ന സമയത്ത് കർത്താവെ, ദൈവഹിതമല്ലാത്ത എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പ്രവൃത്തി കൊണ്ട് അങ്ങക്ക് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവിൻ്റെ അഭിഷക്തന്മാർക്കെതിരെയോ കൃപാവരങ്ങൾക്കെതിരെയോ പരിശുദ്ധാത്മ പ്രവൃത്തിക്കെതിരെയോ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയണം. കാരണം ഈ വചനത്തിൻ്റെ അകത്തൊരു തീ കത്തണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആവശ്യമാണ്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചിട്ട് ഒരു പരിപാടിയും നടക്കത്തില്ല. അതുകൊണ്ട് ആദ്യം എന്ത് ചെയ്യണം? കർത്താവെ, അങ്ങക്ക് വിരോധമായിട്ട് എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ ഞാൻ അറിഞ്ഞോ അറിയാതെ മനഃപൂർവ്വമായിട്ടോ, ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കൃപാവരങ്ങളെ പറ്റിയും അഭിഷക്ത ദൈവദാസന്മാരെ പറ്റി കുറ്റം പറയാൻ ഭയങ്കര ഇഷ്ടം. അത് ഏറ്റവും വലിയ പിശാചിൻ്റെ ആയുധമാകട്ടെ. നിങ്ങളെ തകർക്കുവാൻ പിശാചിന് ലഭിച്ചേക്കുന്ന ഏറ്റവും നല്ലൊരു ആയുധമാണ് കർത്താവിന് ഉപയോഗിക്കപ്പെടുന്ന അഭിഷക്തന്മാരെ പറ്റി അപവാദം പറയുന്നതും അതിന് ലൈക്കടിക്കുന്നതും. പരിശുദ്ധാത്മ പ്രവൃത്തിക്കെതിരെ കമൻ്റ് ഇടുന്നതൊക്കെ പിശാചിന് നിങ്ങളെ ഏറ്റവും ശക്തമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ആയുധമാണ്. അങ്ങനെയൊക്കെ വരുമ്പോഴേക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചാടും. ഒരു ടെൻഡൻസി നമുക്ക് വരുമെന്നേ, ഒരു കമൻ്റ് ഇടാനും എന്തെങ്കിലുമൊക്കെ പറയാൻ ടെൻഡൻസി വരുമ്പോൾ ഓർത്തോണം, ഇതെൻ്റെ അനുഗ്രഹത്തിന് തടസ്സമാണെന്ന് വിചാരിച്ച് ചാടിക്കണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്നു മുതൽ വചനം പറയണം. എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നറിയാവോ? ഇത് അയക്കുകയാണ്. എന്നിട്ട് പറയണം, ഈ വചനം നിങ്ങൾ കാണണം, ഈ വചനം ഇങ്ങനെ എന്തായിത്തീരുന്നു? രൂപമാറ്റമായി എൻ്റെ വിഷയത്തിൻ്റെ മേൽ. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ എനിക്കൊരു ഒത്തിരി സാക്ഷ്യം നിങ്ങൾക്ക് പറയാനുണ്ട്. ഒരു സാക്ഷ്യം ഞാൻ എടുത്തതുകൊണ്ടാണ് ആ രോഗത്തിൻ്റെ മേൽ ആ വചനത്തെ അയച്ചു, വചനം സൗഖ്യമായി മാറി. എന്നാലോചിച്ച് നോക്കിയേ, മലയാളത്തിൽ എഴുതപ്പെട്ടതാണ് ആ വാക്യമേ. യെശയ്യാവ് 53 വാക്യമാണ് സഹോദരി പറയുന്നത്. അതാണ് നമ്മൾ ബൈബിൾ സ്റ്റഡി ചെയ്തത് ഹീലിങ്ങിനെ പറ്റി. കർത്താവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു. ഇത് അടിച്ചേക്കുന്ന ഏതെങ്കിലും ഒരു ബൈബിൾ സൊസൈറ്റിയിലായിരിക്കും. ചിലപ്പോൾ അച്ചടിച്ച വ്യക്തി അവിടുത്തെ ജോലിക്കാരനായിരിക്കും. ചിലപ്പോൾ അദ്ദേഹം ഒരു വിശ്വാസി ആയിരിക്കത്തില്ല. അദ്ദേഹം രാവിലെ ജോലിക്ക് വന്നു, ബൈബിൾ പ്രിന്ററെ കയറ്റി പ്രിന്റ് അച്ചയിലോട്ട് വെച്ചു, അദ്ദേഹം പ്രിന്റ് ചെയ്തു. അദ്ദേഹം ചിലപ്പോൾ അത് ശ്രദ്ധിച്ചു പോലും കാണത്തില്ല. അത് കട്ട് ചെയ്തു, അതിന് ബൈൻഡ് ചെയ്തു, നിങ്ങളുടെ കൈവശം ബൈബിളായിട്ട് കിട്ടി. അത് മലയാളത്തിലെ അക്ഷരമാണ്. അത് മലയാളം നിർമ്മിച്ചത് പൗലോസോ പത്രോസോ ഒന്നുമല്ല, നമുക്കറിയാം, അത് പല ആൾക്കാരാണ്. പക്ഷെ ആ എഴുതപ്പെട്ട വചനത്തെ ആ സഹോദരി ഏറ്റെടുത്തിട്ട് തൻ്റെ ആ വീഴ്ചയിലുണ്ടായ നീരിനെയും വേദനയും ബുദ്ധിമുട്ടിൻ്റെ മേൽ പറഞ്ഞുകൊണ്ടിരുന്നു. യേശു ഈ രോഗത്തെ വഹിച്ചതാ. കണ്ടോ? യേശുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. 3-4 മാസമായിട്ട് സ്ട്രഗിൾ ചെയ്യുക, ചട്ടി എടുത്തിട്ട് ചട്ടി മുഴുവൻ പൊട്ടി തകർന്നു പോവുക. പക്ഷെ കൈ വെച്ചിട്ട് പറഞ്ഞു, യേശുവിൻ്റെ തിരുമുറിവിനാൽ. ആ വചനം പറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാവോ? അത് അയച്ചു. അത് അയച്ചപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാം? ദൈവത്തിൻ്റെ ഇഷ്ടം. ഞാൻ വേദന അനുഭവിച്ച് വേദനയുമായിട്ട് ജോലിക്ക് പോകാനല്ല, എനിക്ക് വലിയ വേദനയാണെന്ന് കേൾക്കാൻ വേണ്ടിയല്ല. ദൈവത്തിൻ്റെ ഇഷ്ടം. യേശുവിൻ്റെ മുറിവിനാൽ സാക്ഷാൽ അവൻ നമ്മുടെ വേദനകളെ ചുമന്നു.
യേശുവിന്റെ ദൈവത്തിന്റെ ഇഷ്ടം കർത്താവിന്റെ മുറിവിനാൽ സൗഖ്യം, അത് നിവർത്തിച്ച്, അത് സാധിപ്പിച്ച്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ക്യാൻസർ ആയിക്കോട്ടെ, മാരക രോഗമായിക്കോട്ടെ, ഇനി ഇതിന് ഒരു മരുന്നുമില്ല. നമ്മൾ ഇന്നാള് മാനജു സഹോദരൻ സാക്ഷ്യം പറഞ്ഞപ്പോൾ കോട്ടയത്ത് വന്നിട്ട് ഡോക്ടർമാർ പറയും ഇനി ഇതിൻ്റെ അകത്ത് ചികിത്സിക്കാനൊന്നുമില്ല, ഇതിനി മരുന്നില്ല. കേട്ടില്ല നിങ്ങൾ ആ സാക്ഷ്യം? ഇനി അതിനകത്ത് മരുന്നിന് ചെയ്യാനില്ല, അതിനി ഒരിക്കലും ഒരു മാറ്റം വരത്തില്ല. അങ്ങനെ 2 സാക്ഷ്യം നമ്മൾ കേട്ടായിരുന്നു. ഒരിക്കലും ഇനി അതിന് ട്രീറ്റ്മെന്റ് ഇല്ല. അത്രയും വലിയ രോഗങ്ങൾ പോലും യേശു സൗഖ്യമാക്കിയ സാക്ഷ്യം നമ്മുടെ ഇടയിൽ നമ്മൾ എത്ര പ്രാവശ്യം കേട്ടു. എന്താ അവിടെ സംഭവിച്ചറിയോ? ദൈവം അയച്ച കാര്യം സാധിപ്പിക്കും. വചനത്തിന് തടസ്സം വിഷയമല്ല, വചനത്തിൽ നിങ്ങളുടെ പ്രതിസന്ധി വിഷയമല്ല. നിങ്ങൾ എത്ര പ്രതിസന്ധി കിടന്നാലും, ഒരിക്കലും രക്ഷപ്പെടത്തില്ലാത്ത പടുകുഴിയിലാണെങ്കിലും വചനം നിങ്ങളെ പൊക്കിക്കൊണ്ടുവരും. കാര്യം വചനം ദൈവമാണ്, വചനം ദൈവത്തിന്റെ ഉറപ്പ്, അത് നിങ്ങളെ പൊക്കിക്കൊണ്ടുവരും. ഈ ദിവസങ്ങളിൽ പറയണം, ഞാൻ എൻ്റെ കുടുംബം, എൻ്റെ ബ്രദറെ, ഞങ്ങൾ ഭയങ്കര പ്രശ്നത്തിലാണ്. എൻ്റെ കർത്താവ്, ഞങ്ങൾ വലിയ പ്രതിസന്ധിയില്ല. കർത്താവ് ഇങ്ങനെ നോക്കും, ഞാൻ എന്താ ചെയ്തത്, നിങ്ങൾ എന്താ പറയുന്നത്. ഇതുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആകണം. ക്രൂശുമായിട്ട് ബന്ധപ്പെടുന്നത് ഇതിങ്ങനെയാണ്, മനസ്സിലായോ? നിങ്ങൾ പ്രയർ റിക്വസ്റ്റുകൾ പറയുമ്പോൾ ക്രൂശുമായിട്ട് നിങ്ങൾക്ക് ബന്ധമില്ല. പക്ഷെ നമ്മുടെ പ്രയർ റിക്വസ്റ്റിൻ്റെ മേൽ സ്തോത്രത്തോടെ നാം പ്രാർത്ഥനയിൽ പോയുമ്പോൾ ക്രൂശുമായിട്ട് കണക്ഷൻ വരും. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ആ സ്തോത്രത്തെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾ വീണ്ടും വേണം കാണണമെങ്കിൽ യൂട്യൂബിലുണ്ടത്, കേട്ടാൽ മതി. അത് ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്താൽ നമുക്ക് അതിലോട്ട് പിന്നെയും പോകേണ്ടി വരും. അപ്പോൾ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. കർത്താവ് നമ്മളെ തൊടും. ദൈവം നമ്മുടെ സ്ഥിതികളെ ഇന്ന് മാറ്റുവാൻ ഇടയായിത്തീരും. പരിശുദ്ധാത്മാവ് നമ്മുടെ അതിരുകളെ വിസ്താരമാക്കുവാൻ ഇടയായിത്തീരും. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. ഞാനിത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എന്നെ കർത്താവ്, ദൈവാത്മാവ് എന്നെ അമ്പിളി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് എന്നെ കാണിക്കുകയാണ്. അമ്പിളിയുമായി ബന്ധപ്പെട്ട് ഞാൻ കാണുന്നത് അമ്പിളിയുടെ ഭവനത്തിൻ്റെ അകത്ത് വലിയൊരു ഭാരത്തിൽ കടന്നതാണ്. അമ്പിളിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരും ഇതിനകത്തുണ്ട്. കർത്താവ് ഇന്ന് യൂട്യൂബിലായിക്കോട്ടെ, സൂമിലായിക്കോട്ടെ ഏറ്റെടുത്തു. അമ്പിളീനെ, കുടുംബത്തെ കർത്താവ് ഇന്നൊരു കർത്താവ് വരുന്ന ആ കുടുംബത്തിൻ്റെ മേലൊരു സമാധാനത്തിൻ്റെ അന്തരീക്ഷമേ കർത്താവ് ചെയ്യാൻ പോകും. മരണത്തിൻ്റെ അന്തരീക്ഷത്തെ നീക്കി കർത്താവ് ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തെ കൊണ്ടുവരാൻ വേണ്ടി പോവാന്നോട് പറയാൻ പറഞ്ഞു. അമ്പിളിയോട് വിളിച്ചിട്ട് പറയണം, കർത്താവ് നിന്റെ കുടുംബത്തെ സമാധാനത്തിൻ്റെ അന്തരീക്ഷമാക്കാൻ വേണ്ടി പോവാണ്. അതിനോട് ഇങ്ങനെ ഒരു വാക്ക് കർത്താവിനോട് പറയുക. ആ കുടുംബത്തിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു വാക്ക് പലപ്പോഴും അവർ ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ ഞാൻ പറഞ്ഞു, ഇതിൻ്റെ അകത്തു നിന്ന് ഞാൻ ആ പ്രയോഗം ഇങ്ങനെ, ഇത് മുഴുവനും നശിച്ച് തീരത്തേ ഉള്ളൂ എന്ന് പല ആവർത്തി പറയുന്ന ഒരു വാക്ക് ഞാൻ കേൾക്കുകയാണ്. പ്രത്യേകിച്ച് ഞാൻ കാണുന്നൊരു കാഴ്ച, എപ്പോഴും ആ ഒരു നടുമുറി പോലെ ഞാനൊരു സ്ഥലം കാണുക, അങ്ങനെ ഒരു മുറി പോലെ കാണുക, നടുമുറി എന്ന് പറയുന്ന പോലെ. അവിടെ വന്ന് പലപ്പോഴും ഇരുന്നു കൊണ്ട് ഇങ്ങനെ ആകുലപ്പെട്ടിരിക്കുന്ന ഒരു ചിത്രമാണ്. സഹോദരി ചോദിക്കണം, ഇങ്ങനൊരു അവസ്ഥയിലൂടെയാണോ കടന്നു പോകേണ്ടതെങ്കിൽ കർത്താവ് ഇന്ന് സ്പർശിക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ കാണുന്നത് ഈ ഗോൾഡുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കരമായിട്ട് നഷ്ടങ്ങളിലൂടെ കടന്നുപോയൊരു ഭവനമാണ്. അത് നിമിത്തം ഒത്തിരി വിഷയങ്ങളുണ്ടായി, അത് നിമിത്തം ഒത്തിരി വാക്കുതർക്കങ്ങൾ വരെ ഉണ്ടായ ഒരു ഭവനമാണ്. ഇന്ന് കർത്താവ് ആ ഭവനത്തെ തൊടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. കർത്താവ് ഇന്ന് സാക്ഷ്യമാക്കി മാറ്റാൻ വേണ്ടി പോവാണ്. ആരാധന യേശുവേ, ആരാധന യേശുവേ. ഞങ്ങളിന്ന് അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഞങ്ങളിന്ന് ബ്ലസ് ചെയ്യുന്നപ്പാ. ഇന്ന് അമ്പിളിയായിട്ട് ആർക്കാണോ ബന്ധം ഏറ്റെടുത്തോണം. അമ്പിളിയുടെ ഭവനത്തെ കർത്താവ് ഇന്ന് സാക്ഷ്യമാക്കി മാറ്റും. യേശുവേ, ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. എല്ലാവരും ഇന്ന് പ്രാർത്ഥിച്ചു. നന്ദി കർത്താവ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനൊരു നന്ദു എന്ന് വിളിക്കുന്ന ഒരു മകനെ കർത്താവ് തൊടുന്നതായിട്ട് എൻ്റെ കർത്താവ് പറഞ്ഞു. നന്ദു എന്ന് പറയുന്ന ഒരു മകൻ, അങ്ങനെ വിളിപ്പേര് ഞങ്ങൾ ഒഫീഷ്യലായിട്ടുള്ള പേരാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ആ മകനുമായി ബന്ധപ്പെട്ട് കർത്താവ് എന്ന കുടുംബത്തിൻ്റെ മേൽ വലിയൊരു രോഗസൗഖ്യത്തിൻ്റെ ശക്തിയെ കർത്താവ് ഇന്ന് പ്രവർത്തിക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങളിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പം ആ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ രക്ഷാ പദ്ധതി തുറന്നു വരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അവിടെ കർത്താവ് പറയുന്നു, അവർ പാരമ്പര്യമായ രോഗത്തിൻ്റെ അടിമത്തത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഈ നന്ദു എന്ന് പറയുന്ന ഒരു ഇതിനെ കാണുന്നത് അല്ല സിസ്റ്റർ, ആരുടെ മോനാന്ന് പറഞ്ഞേ? മോനാന്ന് പറഞ്ഞു. മോൻ അടുത്തുണ്ടോ? ഇല്ല, 3 വർഷത്തോളായി എന്നെ വിളിക്കാൻ. 2 മക്കളും അവരുടെ പപ്പയുടെ വീട്ടുകാർ അവർ കൊണ്ടുകൊണ്ടിരിക്കുക. അവരുടെ പപ്പയ്ക്ക് മാനസിക രോഗമാണ്. അവരുടെ വീട്ടുകാർക്ക് ചിലർക്കൊക്കെ മാനസിക രോഗം ഉണ്ടായിരുന്നു. ഓ, വലിയ പാരമ്പര്യമായിട്ട് രോഗം അല്ലേ? തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. പക്ഷെ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നില്ല ബ്രദറെ. ഒരുപാട് സിസ്റ്റർ അത് ഏറ്റെടുത്തു. എത്ര പേരത് കേട്ടായിരുന്നു പാരമ്പര്യമായിട്ടുള്ള രോഗം പിന്തുടർന്ന് പറഞ്ഞ്?
എന്ന് സിസ്റ്റർ ഇന്ന് അതിൻ്റെ മേലും ഇന്ന് പ്രാർത്ഥിച്ചു. അതൊരു ബന്ധനമാണ്. ഇന്ന് ആ ബന്ധനത്തെ കർത്താവ് ഇന്ന് അഴിക്കോട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആ നന്ദുവിൻ്റെ മേലേക്ക് അത് കയറുവാൻ നോക്കുന്ന മാനസിക രോഗത്തിൻ്റെ ദുരാത്മാവ്, പാരമ്പര്യമായിട്ട് കയറാൻ നോക്കുന്ന പിശാശിൻ്റെ പ്രവൃത്തിയെ ഞങ്ങൾ ഇപ്പോൾ അതിനെ വെട്ടി ദൂരെ കളയുന്നപ്പാ. കർത്താവ് എല്ലാവിധമാകുന്ന കർത്താവ് ആ തലമുറയെ ഇനിമേൽ അവകാശം പറയാതെ പാരമ്പര്യമായിട്ട് കർത്താവെ മാനസിക രോഗിയാക്കാൻ നോക്കുന്ന ദൈവാത്മ വെളിപ്പെടുത്തിയതുപോലെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അത് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവിൻ്റെ വലിയ കൃപ ഇന്ന് അവിടെ വെളിപ്പെടുന്നല്ലോ. സിസ്റ്റർ എന്നോട് ഈ വിഷയം വല്ലതും സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഈ മാനസിക രോഗത്തിൻ്റെ കാര്യം വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു സിസ്റ്റർ? ഈ പ്രശ്നത്തിൻ്റെ കാര്യം വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? കട്ടായിപ്പോയ സിസ്റ്റർ? ഇല്ല ബ്രദറെ, ഒന്നും പറഞ്ഞിട്ടില്ല. ഓ സ്വോത്രം. കർത്താവ് എന്റെ കുഞ്ഞുങ്ങളുടെ പിതാവിനും അവരുടെ സിസ്റ്റർക്കൊക്കെ ഇതാണ് ആ അസുഖം. അറിയാണ്ട് എന്നെ ട്രാപ്പ് ചെയ്ത് കല്യാണം കഴിച്ചതാണ്. എങ്കിലും ഞാൻ എന്റെ കുട്ടികളും കർത്താവിനെ അറിഞ്ഞു. മക്കള് സ്നാനപ്പെട്ട കുട്ടികളാ. ഞാൻ ഉത്തർപ്രദേശിലാണ് ജോലി ചെയ്യണത്. സിസ്റ്റർ അത് ഏറ്റെടുത്ത് സിസ്റ്ററെ, അത് വലിയ സാക്ഷിയോട്ടെ. കർത്താവിന് ഇടപെട്ടത്. ഞാനത് ഇടയ്ക്ക് ചോദിച്ചത് എന്നോട് ഈ കാര്യം വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന്. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ അവരറിയാതെ പക്ഷേ പാരമ്പര്യമായിട്ടൊരു രോഗം, അത് രോഗമല്ല, അതിൻ്റെ പിന്നിൽ പിശാച് തലമുറകളെ കൊടുക്കുന്നവൻ്റെ തന്ത്രമാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞങ്ങളിതിനെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. തലമുറകളുടെ മേൽ അവകാശം പറഞ്ഞ് നിൽക്കുന്ന സകല പിശാചിൻ്റെ നുഖങ്ങളെ വെട്ടി ദൂരെ കളയുന്നപ്പാ. നന്മയുണ്ടാകട്ടെ, അനുഗ്രഹം. സിസ്റ്ററെ പ്രാർത്ഥിച്ചോണം. ഈ ദിവസങ്ങളിൽ ഒരുമിച്ച് ചേരാൻ വേണ്ടി പോവാണ്. തലമുറയുമായിട്ട് കർത്താവ് കണക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി പോവാണ്. യേശു തന്ന അധികാരത്തിന് വേണ്ടി ഞാനത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത് സാക്ഷ്യമാക്കിയുമായിട്ട് അത് നന്ദി പറയുന്നപ്പാ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നമ്മളിന്ന് കേട്ട വചനം അയക്കാൻ പോവുക. ഈ ദിവസങ്ങളിൽ പറയണം, എനിക്ക് കരയാൻ പറ്റത്തില്ലെന്ന് പറയണം, എനിക്ക് പ്രതിസന്ധിയിൽ കുടുങ്ങാൻ പറ്റത്തില്ലെന്ന് പറയണം, ഈ പ്രതികൂലത്തിൽ കിടന്നുറങ്ങാൻ എനിക്ക് കഴിയത്തില്ല, എനിക്ക് പുറത്ത് വന്നേ പറ്റത്തുള്ളൂ, എനിക്ക് ജയിച്ചേ പറ്റത്തുള്ളൂ. കാര്യം യേശു നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. ശക്തമേറി നിങ്ങൾ ആ വാക്യം നോക്കി, ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കും. ദൈവം വചനത്തിലുള്ള ദൈവത്തിൻ്റെ കോൺഫിഡൻസ് അത്. ദൈവം തൻ്റെ വചനത്തിലുള്ള ഉറപ്പാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പം. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പാ. താങ്ക് യു ജീസസ്. എല്ലാവരും പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തികളെ ഇന്ന് കുടുംബത്തിൻ്റെ മേൽ കർത്താവ് ചെയ്യുകയാണ് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ഇന്ന് രോഗത്താൽ ഭാരപ്പെടുന്നവർ ആ വചനം ഒന്ന് അയച്ചേ. ഇന്ന് നിങ്ങൾക്ക് രോഗിയായിട്ട് ഇരിക്കാൻ കഴിയത്തില്ല. ഞാൻ വീണ്ടും പറയുന്നു, യേശുവിൻ്റെ വചനം കേട്ടിട്ട് നിങ്ങൾക്ക് രോഗമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. എനിക്ക് ക്യാൻസറാണെന്നോ വേദനയാണെന്നോ ട്യൂമറാണെന്നോ വലിയ രോഗത്തിലാണെന്നോ പറഞ്ഞുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തു വരുവാൻ ഒരു ചാൻസ് ഉണ്ട്. ആ ചാൻസ് മറ്റൊന്നുമല്ല, കയ്യിലിരിക്കുന്ന വചനം തുറക്കുക. യേശുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നുള്ള വചനം ഒന്ന് അയക്കുക. ആ രോഗബന്ധനങ്ങൾ നിങ്ങളെ വിട്ട് മാറിപ്പോകും. രോഗശക്തികൾ നിങ്ങളെ വിട്ട് മാറിപ്പോകും യേശുവിൻ്റെ നാമത്തിൽ. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. നന്ദി കർത്താവേ, നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെ ഇന്ന് കുടുംബത്തിൻ്റെ മേലേക്ക് അയക്കുന്നല്ലപ്പാ. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും പ്രാർത്ഥിച്ചു. ഇന്ന് കർത്താവിൻ്റെ വലിയ പ്രവൃത്തിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്ന് വെളിപ്പെടുത്തുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വെളിപ്പെടുവാൻ കർത്താവ് നിങ്ങളെ ഇന്ന് സഹായിക്കുക. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനൊരു വീട് കർത്താവ് എന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. ആ വീടിൻ്റെ ഒരു എൻട്രൻസിൽ ഞാൻ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ, ആ വീട് കയറി വന്ന് അതിൻ്റെ ഫ്രണ്ട് ഡോറിൽ കയറി വരുമ്പോൾ തന്നെ ഞാനൊരു 519 എന്നുള്ള ഒരു നമ്പർ, 519 എന്നുള്ള ഒരു നമ്പർ ആ വീടുമായിട്ട് ബന്ധപ്പെട്ട് എന്നോട് സ്പെസിഫിക് ആയിട്ട് കർത്താവ് കാണിച്ചുകൊണ്ടിരിക്കുക. 519 എന്നുള്ള ഒരു നമ്പർ ഒരു ഭവനവുമായിട്ട് ബന്ധപ്പെട്ടാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയത്തില്ല ആ ഭവനവുമായിട്ട് എന്താണ് ആ നമ്പറിന് ബന്ധമെന്ന് അറിയത്തില്ല. 519 എന്നുള്ള നമ്പരാണ് എന്നെ കർത്താവിനെ കാണിക്കുന്ന. ആ ഒരു ഭവനത്തിൻ്റെ അകത്ത് ഇന്ന് ഞാനൊരു ഈ സർട്ടിഫിക്കറ്റുകളുമായിട്ട് ബന്ധപ്പെട്ടാണ് കാണിക്കുന്നത്. സർട്ടിഫിക്കറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിൻ്റെ വലിയൊരു സ്പർശനം ഉണ്ടാകുന്നു. ആ നന്മ ലഭിക്കാത്തതിനൊരു കാരണമുണ്ട്. ഇന്ന് അതിൻ്റെ തടസ്സത്തെ സ്വർഗത്തിലെ ദൈവം അത് എടുത്തു മാറ്റുകയാണ്. ഇന്ന് അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ഇന്ന് കർത്താവ് വെളിപ്പെടുത്തുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനൊരു ഈ വേറെ ഏതെങ്കിലും രാജ്യത്താണോ ഏതെങ്കിലും
ഇന്ത്യയിൽ തന്നെയാണ്, എനിക്കറിയത്തില്ല. ഈ 51 സാധാരണ വീട്ടു നമ്പറുകളാണ് അങ്ങനെ കാണുന്നത്. 51A എന്ന് എഴുതിയേക്കുന്ന 5 ഇത് അതല്ല, 51A എന്ന് എഴുതിയേക്കുന്ന ഒരു നമ്പർ, ചിലപ്പോൾ അതൊരു ഫ്ലാറ്റ് നമ്പറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അത് എനിക്ക് നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ പ്രത്യേകിച്ച് അങ്ങനെ ഇല്ല. പുറത്തുള്ള സ്ഥലങ്ങളിലാണ് 51A എന്ന് പറയുന്ന ഒരു നമ്പർ ഒരു കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു, ചിലപ്പോൾ അത് ഭവനത്തിൻ്റെ ഒരു ഇതായിരിക്കും, ചില സ്ഥലങ്ങളിൽ അത് പോസ്റ്റ് കോഡ് പോലെ കാണിക്കും. 51A എന്ന് കാണിക്കുന്ന ഒരു നമ്പരുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ആ ഭവനത്തിൻ്റെ അകത്തൊരു തലമുറയിനെ തകർക്കുവാൻ നോക്കുന്ന പിശാചിൻ്റെ നുഖങ്ങൾ ഇന്ന് തകരുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എല്ലാവരും പ്രാർത്ഥിച്ച് ഇന്ന് കർത്താവിൻ്റെ വലിയ പ്രവൃത്തിയെ ദൈവാത്മാവ് തൊടുകയാണ്. ഹല്ലേലൂയ. ഞാനൊരു ഈ ദൈവത്തിന്റെ ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിന്റെ നമ്പർ 15 എന്നാണ്. 15 അതാണ് അല്ലല്ല സിസ്റ്ററെ, 51A എന്നുള്ളതാണ്. 51A എന്നുള്ളതാണ് ആ നമ്പരുമായിട്ട് ബന്ധപ്പെട്ട്. ആ നമ്പർ നോക്കിയോണം, നിങ്ങൾ അടയാളം ശ്രദ്ധിച്ചോണം. ആ നമ്പരുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ കുടുംബത്തിൻ്റെ മേൽ, പ്രത്യേകിച്ച് തലമുറയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് വലിയൊരു വിടുതലിനെ ദൈവം ചെയ്യാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എനിക്കറിയാം ഇന്ന് ലൈവിൽ കാണുന്നവരുണ്ട്, ഇതിൻ്റെ അകത്ത് സൂമിൽ മാത്രമല്ല ലൈവിൽ കാണുന്നവരുമുണ്ട്. നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ, നിങ്ങൾക്കിപ്പോൾ അത് റെസ്പോണ്ട് ചെയ്യാൻ കഴിയത്തില്ല, നിങ്ങൾ ഏറ്റെടുക്കുക. നിങ്ങൾ വാട്സാപ്പിൽ തന്നെ അതിൻ്റെ റിപ്ലൈ നിങ്ങൾ അയക്കുക. ഞാൻ പറഞ്ഞത് അതെന്നിട്ട് ആ ആലോചന അങ്ങ് ഏറ്റെടുത്തോണം. യേശുവിൻ്റെ, എനിക്കറിയാം ദൈവാത്മാ വെളിപ്പെടുത്തും, ഉറപ്പാണ്, അതുണ്ട്. അത് ഉറപ്പായിട്ടും ദൈവം നിങ്ങളെ തൊടുക, കർത്താവ് നിങ്ങളെ സ്പർശിക്കുക, ദൈവം നിങ്ങളുടെ അതിരുകളെ വിസ്താരമാക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവെ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഞാനൊരു വീട് എന്ന് ദൈവം കാണിക്കുന്നു. വീടിന് നമ്മൾ സാധാരണ ഒരു ഫ്രണ്ട് ഡോറാണ്, പക്ഷേ ഇത് ഡോറല്ല. ഡോറിന് പകരം ഈ ഇരുമ്പിൻ്റെ ഗേറ്റ് വെച്ചേക്കുന്ന, ഫസ്റ്റ് എൻട്രൻസിൽ തന്നെ ഇരുമ്പിൻ്റെ ഗേറ്റ് വെച്ചേക്കുന്ന ഒരു വീട് കർത്താവ് എന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഫ്രണ്ട് ഡോറിൽ തന്നെ ഗേറ്റാണ്. അതിനുശേഷം അകത്തോട്ട് ചെല്ലുക. ആ വീടുമായിട്ട് ബന്ധപ്പെട്ട് ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു. ആ വീടുമായിട്ടൊരു കണക്ഷനുണ്ട് ഈ വ്യക്തിക്ക്. ആ ഒരു കുടുംബത്തെ കർത്താവ് സ്പർശിക്കുന്നു. ഞാൻ പറയുന്നത് ഡോറല്ല, ഈ ഗ്രില്ലാണ് ഞാൻ കാണുന്നത്. അത് ലോക്ക് ചെയ്ത് അതേ നമുക്ക് താഴിട്ടൊക്കെ പൂട്ടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വീടാണ്. ആ വീടിൻ്റെ അകത്ത് ജോർജുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് വലിയൊരു ഡെലിവറൻസിനെ, ആ കുടുംബത്തിൻ്റെ മേൽ വലിയൊരു ഡെലിവറൻസിനെ കർത്താവ് ചെയ്യുന്നു. ആ വ്യക്തിയെ ഫോക്കസ്ഡ് അല്ല, ആ വ്യക്തിയുടെ കുടുംബത്തിൻ്റെ അകത്ത് കർത്താവിൻ്റെ പ്രവൃത്തി 7 വർഷമായിട്ടുണ്ടായിട്ടുള്ള സകല പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഓരോ പ്രശ്നങ്ങളായിട്ട് പരിഹരിക്കാൻ പോലും കഴിയാതെ വണ്ണം വല്ലാത്തൊരു തകർച്ചയുടെ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ഇന്ന് അതിന് അറുതി വെക്കുകയാണ്. അതിൻ്റെ അകത്ത് ചില മരണങ്ങൾ പോലും സംഭവിച്ചു. എന്നാൽ ദൈവം ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ദൈവ ആ കുടുംബത്തിൻ്റെ മേൽ, നിങ്ങൾ മ്യൂട്ട് ഇപ്പം മാറ്റല്ലേ, കർത്താവ് ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ വലിയ പ്രവൃത്തിയെ ദൈവം ചെയ്യുകയാണ്. ഏറ്റെടുത്തോണം, യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. കർത്താവ് ഇന്ന് ഞങ്ങളത് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവെ ഞങ്ങളത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നപ്പാ. കർത്താവെ ഇന്നത് ഏറ്റെടുത്തോണം. കർത്താവ് തൊടുകയാണ്. ഈ നിമിഷം രോഗത്താൽ ഭാരപ്പെടുന്നവർ കൈയെടുത്ത് വെച്ചേ. എനിക്കറിയാം സമയിച്ചിട്ട് മുന്നോട്ട് പോയെങ്കിലും കൈയെടുത്ത് വെച്ചേ. കർത്താവ് ഇന്ന് കേട്ട വചനം ഒന്ന് അയച്ച് യേശുവിൻ്റെ നാമത്തിൽ അത് റിലീസ് ചെയ്യുന്ന ആ വേദന ഇനി വേണ്ട കേട്ടോ. നിങ്ങൾ തന്നെ പറഞ്ഞു, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കയ്യെ ഞാൻ സൗഖ്യമാക്കുന്നു. അങ്ങനെ തന്നെ പറഞ്ഞു. കാര്യം യേശുവിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ പോയി രോഗികളെ സൗഖ്യമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്ത്. യേശു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തെ രോഗത്തോടെ യേശുവിൻ്റെ നാമത്തിൽ രോഗത്തെ സൗഖ്യമാക്കുന്നു. കർത്താവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് ആരോഗ്യം വന്നിരിക്കുന്നു. ഈ നിമിഷം ആ വേദനകൾ മാറുകയാണ്. ഈ ചെവിയിൽ കുറേ നാളുകളായിട്ട് വല്ലാത്തൊരു വേദന വന്നിട്ട് ഉറക്കം പോലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നെ കേൾക്കുന്നുണ്ട്. ഇപ്പം തന്നെ കൈയോടെ വെച്ച് ചെവിയിലോട്ട് യേശുവിൻ്റെ തിരുമുറിവിനാൽ ഇപ്പോൾ ആ സൗഖ്യം വന്നിരിക്കുന്നു. ആ രോഗത്തെ സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഉറപ്പിക്കുന്നു. ആ ബ്ലഡിലെ സകല ബുദ്ധിമുട്ടും സൗഖ്യമാകട്ടെ. എല്ലാ ഞരമ്പ് സംബന്ധമായിട്ട് ചില സമയത്ത് ശരീരത്തിൻ്റെ അകത്ത് ഇങ്ങനെ ഈ ഞെട്ടൽ പോലെ ചില സമയങ്ങളിൽ ഇങ്ങനെ കൈ വലിക്കുകയും ശരീരത്തിൽ ചില ഭാഗങ്ങളിൽ അങ്ങ് പെട്ടെന്ന് ഞെട്ടുന്നത് പോലെ അനുഭവിക്കുന്ന ഞരമ്പ് സംബന്ധമായിട്ട് പ്രോബ്ലം ഉള്ളൊരു വ്യക്തിയെ സൗഖ്യമാക്കുന്നതിന് മേലാൽ ആ ബുദ്ധിമുട്ട് വരത്തില്ല. യേശുവിൻ്റെ തിരുമുറിവിനാൽ ആരോഗ്യമുണ്ട്. കർത്താവ് വില കൊടുത്തു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവ് തൊട്ട് കഴിഞ്ഞു. കർത്താവ് സൗഖ്യമാക്കി കഴിഞ്ഞു. ഇപ്പം തന്നെ അത് റിലീസ് ചെയ്ത് ഏറ്റെടുത്തോണം. യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പാ. കർത്താവെ അങ്ങ് തൊട്ടതിന് നന്ദി, അത്ഭുതമാക്കി മാറ്റുന്ന നന്ദി.
ഈ നിമിഷം രോഗത്താൽ ഭാരപ്പെടുന്നവരെ ഞാൻ അനുഗ്രഹിക്കുന്നു. അപ്പോൾ ഈ ദിവസങ്ങളിൽ സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നവർ എന്നെ കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ തകർന്നു പോകത്തില്ല. എൻ്റെ കൂടെ പറ, ഞാൻ വായ്പ വാങ്ങത്തില്ല, വാരി വിതറി കൊടുക്കും. എൻ്റെ ഞെരുക്കം വിശാലമായി തീർന്നിരിക്കുന്നു. യേശു എനിക്ക് വേണ്ടി ദാരിദ്ര്യത്തെ വഹിച്ചു. ഞാൻ വചനം പറഞ്ഞതുപോലെ ഞാൻ വാരി വിതറി കൊടുക്കും. ഞാൻ നന്മ കാണും. ഞാൻ ഉയർച്ച പ്രാപിക്കും. ഒരു പൈസ പോലും പാഴായി പോകത്തില്ല. ഞാൻ വാരി വിതറി, സങ്കീർത്തനം പറഞ്ഞ് ഞാൻ വാരി വിതറി കൊടുക്കും. ഞാൻ വാരി വിതറി കൊടുക്കും. ഞാൻ ആരോഗ്യത്തോടെ ഇരിക്കും, ദീർഘായുസോടെ ഇരിക്കും. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഏറ്റെടുത്ത് എന്നിട്ട് എൻ്റെ കൂടെ പറയും, എൻ്റെ തലമുറ ഏറ്റവും അനുഗ്രഹമായി തീരും. നാട്ടുകാരും വീട്ടുകാരും അവനെപ്പറ്റി അല്ലെങ്കിൽ അവളെപ്പറ്റി പറയും, ഇവ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട മകള് തന്നെയാ, മകൻ തന്നെയാ എന്ന് പറയും. ഞാനത് കേൾക്കുമെന്ന് പറഞ്ഞൊന്ന് പ്രവചിച്ചേ, ആ വാചനം ഒന്ന് അയച്ചേ. യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ, റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ, പിശാചിന്റെ പ്രവൃത്തികൾ കുടുംബം വിട്ട് മാറിപ്പോട്ടെ. കുടുംബത്തിൻ്റെ അകത്ത് ഞാൻ കാണുന്നത് ചില വഴക്കുകൾ ഉണ്ടായിട്ട് കത്തി എടുത്തുകൊണ്ട് വന്നിട്ട് വെട്ടാൻ പോലും നിൽക്കുന്ന രീതിയിൽ വല്ലാത്ത ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ചില കുടുംബങ്ങൾ. കത്തിയുമായിട്ട് ചില സമയത്ത് കത്തി ഉയർത്തിക്കൊണ്ട് വരും. ഇങ്ങനെ വഴക്കുണ്ടാകുന്ന സമയത്ത് അങ്ങനെ ചില വാക്കേറ്റങ്ങൾ ഉണ്ടായിട്ട് ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഇങ്ങനൊരു മനുഷ്യനെ ഇങ്ങനെ കാണുകയാണ്. അദ്ദേഹം ഇങ്ങനെ ഷർട്ട് ഇട്ടിട്ടില്ല, അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ഇങ്ങനെ ഒരു ലോക്കറ്റ് പോലെ കിടക്കുന്ന ഒരു സംഭവം ഞാൻ കാണുന്നു, മാല പോലെ കിടക്കുന്ന ഒരു കാണുന്നുണ്ട്. ഈ മനുഷ്യൻ പലപ്പോഴും ദേഷ്യം വരുമ്പോൾ ഈ കത്തിയും എടുത്തുകൊണ്ട് വീടിൻ്റെ അകത്ത് മുഴുവൻ ഞാനിത് നശിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാത്തിനും തീർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ പലപ്പോഴും ഇങ്ങനെ ഈ കത്തിയും എടുത്ത് ഉയർത്തി പിടിച്ചുകൊണ്ട് എപ്പോഴും വരും. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാനിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ, കർത്താവ് ആ വിഷയത്തിൻ്റെ മേൽ, ആ അനർത്ഥത്തെ കൊണ്ടുവരുവാൻ നോക്കുന്ന പിശാചിനെ, ആ കലഹത്തെ കൊണ്ടുവരാൻ നോക്കുന്ന പിശാചിനെ യേശുവിൻ്റെ നാമത്തിൽ വെട്ടിമാറ്റുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ആ ഭവനത്തിൻ്റെ മേൽ രക്ഷാ പദ്ധതി വെളിപ്പെടുക. ഞാൻ കാണുന്ന ആ ഭവനത്തിൻ്റെ അകത്ത് ഒരു തലമുറ നിന്നുകൊണ്ട് കരയുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. ആ ഒരു മകൻ വല്ലാതെ ഭാരപ്പെടുകയാണ്. ഈ പിതാവിൻ്റെ ഈ ചേഷ്ട നിമിത്തം വല്ലാതെ ഭാരപ്പെടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ മകൻ്റെ മനസ്സിനെ കർത്താവ് തൊടുന്നല്ലപ്പ, അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നല്ലപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നു. കർത്താവ് തൊട്ട് അത്ഭുതമാക്കുന്നതിന് നന്ദി. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മളെ സഹായിക്കുന്നല്ലോ. ദൈവത്തിൻ്റെ വൻ കൃപകൾക്കായി സ്തുതിക്കുന്നു. വലിയ പ്രവൃത്തികളാൽ ദൈവം നമ്മളെ നിറച്ചിരിക്കുന്നു. വൻ കാര്യങ്ങളെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു. ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ തകർന്നു പോകാനല്ല യേശു വിളിച്ചിരിക്കുന്നത്, കർത്താവിൻ്റെ സാക്ഷിയാകാൻ വേണ്ടിയാണ്. നമ്മളതാകുക തന്നെ ചെയ്യും. നമുക്ക് ഒരുമിച്ചെന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇന്ന് സാക്ഷ്യങ്ങളെ കേൾക്കാം. അതിനുശേഷം നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് പ്രാർത്ഥനാ വിഷയമല്ല, ആർക്കെങ്കിലും ഒരു സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ, ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാനുള്ള സമയമാണ്. മ്യൂട്ട് മാറ്റി പറയുക. ഞാൻ തോമസ് ബ്രദറിനെ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ മ്യൂട്ട് മാറ്റുമ്പോൾ ശ്രദ്ധിക്കണം. അവർ നിങ്ങളെ ഓരോരുത്തരെ വെച്ചാണ് എന്ത് ചെയ്യുന്നത്, ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒരേപോലെ മ്യൂട്ട് മാറ്റിയാൽ അവർക്കത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഒരാൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾ തന്നെ അത് മ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആർക്കെങ്കിലും ഒരു സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ, ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. എനിക്ക് സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു. അമ്പിളിന്റെ കൂട്ടുകാരിന്ന് ബ്രദർ മുന്ന് പറഞ്ഞു. ബ്രദറെ, ഞാൻ അമ്പിളിയാണ് ബ്രദറെ. സിസ്റ്ററെ, അടയാളം ഏറ്റെടുത്തോണം. അടയാളം നിങ്ങളുടെ കുടുംബത്തിൽ അതേപോലെ ഉണ്ടെങ്കിൽ ഏറ്റെടുത്തോ. കർത്താവ് ഇന്ന് ആ വിഷയത്തിന് മേൽ തൊടുക കേട്ടോ. പറഞ്ഞു. ഭർത്താവിന്റെ പെങ്ങളെ മോളാണ് അമ്പിളി. സ്വർണ്ണമൊക്കെ പണയം വെച്ചപ്പോൾ ചെറിയ ജോലി കിട്ടി തിരുവനന്തപുരത്തേക്ക് പോയി. ഒത്തിരി ഭാരത്തിലാണ് അവർ. ചെറിയ കുട്ടികളുണ്ട്. പിന്നെ സ്വർണ്ണമൊക്കെ ഒത്തിരി പണയം വെച്ച് അടുത്ത വീട്ടിലെ കൂടെ വാങ്ങിയ സ്വർണ്ണം പണയം വെച്ചിട്ടാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല സിസ്റ്റർ, അത് ഏറ്റെടുത്തോണം. ആ ഒരു ഞാൻ പറഞ്ഞ ആലോചന ഏറ്റെടുത്തോണം. അവർക്ക് വേണ്ടി ഇത് അയച്ചു കൊടുക്കണം. അവരുടെ പറയണം, പ്രാർത്ഥിച്ചോണം. ഈ ഒരു ആലോചനയുമായിട്ട് ഒരേ അടയാളം വെളിപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാം അയച്ചു കൊടുത്തോണം. നിങ്ങളുടെ വിഷയത്തെ കർത്താവ് തൊടുകയാന്ന് പറഞ്ഞോണം കേട്ടോ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ പറയാൻ? പറഞ്ഞു. ഇന്നലെ ഞാന് ഒരു മിനിറ്റ് എല്ലാവരും ഒരേപോലെ മ്യൂട്ട് ആക്കല്ലേ. പറഞ്ഞു. ഇന്നലെ ഞാന് സൂമിൽ എനിക്ക് കയറാൻ പറ്റിയില്ല. ഞാന്
അല്ലാതെ ഞാൻ കേട്ടു ബ്രദറിന്റെ യൂട്യൂബിൽ കൂടെ കേട്ടപ്പോഴേ ഉം. രാജുവിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. രാജുവിന്റെ വീട്ടിലൊരു ബിന്ദു, അത് പാസ്റ്റർ പറഞ്ഞത് ഞാൻ നോക്കിയപ്പോ ആരും അത് ഏറ്റെടുത്തിട്ടില്ല. മീറ്റിംഗിൽ ആരും അത് ഏറ്റെടുത്തിട്ടില്ലായിരുന്നു. അത് എന്റെ കാര്യമാണ്, ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കാരണം ആ സൺഡേ നൈറ്റിൽ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ വളരെയധികം ഒരു വിഷയത്തിന്മേൽ ഭാരപ്പെട്ടങ്ങ് വല്ലാതെ അങ്ങ് ഭാരപ്പെട്ടിരിക്കുകയായിരുന്നു. അപ്പം ദൈവത്തിന്റെ ദാസന് അത് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. ഇന്നലെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഞാനത് ഏറ്റെടുത്തു. ഞാനത് മോനോടും പറഞ്ഞു. സന്തോഷമായിട്ടിരിക്കുന്നു. പറയാനായിരുന്നു. തീർച്ചയായിട്ടും പ്രിയ സിസ്റ്റർ പറഞ്ഞു. ബ്രദറെ സിസ്റ്റർ ആ ഞാൻ ഇനി സമയത്ത് പറഞ്ഞോട്ടെ. പ്രാർത്ഥനയിലില്ലായിരുന്നു. പറഞ്ഞു. ഉം. ബ്രദറെ, എനിക്ക് ഒരു ജോലി ഇല്ലാതെ ഞാൻ ഒരുപാട് കാലങ്ങളായി, ഒരു 7 വർഷത്തോളമായി ജോലി ഇല്ലാതിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ ചെയ്താൽ ഞാൻ എന്റെ വീടിന്റെ അടുക്കൽ തന്നെ ഒരു ക്ലിനിക്ക് തുടങ്ങുന്ന കാര്യം ബ്രദറിനോട് പറഞ്ഞതും, ഇങ്ങനെ ക്ലിനിക്ക് തുടങ്ങി 1 വർഷത്തിന് മുമ്പ് ഞാൻ ഈ ക്ലിനിക്കിന്റെ അവിടെ പോകുമ്പോഴത്തേലെല്ലാം ഞാൻ ഈ ക്ലിനിക്കിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. കർത്താവെ, ഞാൻ ഇവിടെ ഒരു ജോലി ചെയ്യും, എന്റെ കർത്താവ് എന്നെ ഈ സ്ഥാനത്ത് ഇരുത്തുമെന്നേ. അങ്ങനെ പ്രാർത്ഥിച്ച് വന്നിരുന്ന കൂട്ടത്തിലാണ് എനിക്ക് ഈ ജോലി കിട്ടുന്നതിന് മുമ്പ് ബ്രദർ ഈ സഭാപ്രസംഗി 11:1 പറഞ്ഞു, നിന്റെ അപ്പത്തെ നീ വെള്ളത്തിന്മേൽ എറിയ, ഏറിയ നാൾ കഴിഞ്ഞിട്ട് നിനക്കത് കിട്ടുമെന്ന്. അപ്പോഴാണ് എനിക്ക് ആ വചനം മനസ്സിലായേ. എന്റെ യേശുപ്പച്ച, ഞാൻ ഇത് അന്ന് പറഞ്ഞാണല്ലോ, എന്റെ കർത്താവ് എനിക്ക് ഈ വചനം ഇപ്പോഴാണല്ലോ മനസ്സിലാക്കി തന്നെ ബ്രദറിന്റെ വായിന്നെ. അങ്ങനെ ഞാൻ എപ്പോഴും ഈ വചനം ഏറ്റു പറയും. നിന്റെ അപ്പത്തെ, അതായത് അപ്പം എന്ന് പറഞ്ഞ ബ്രദർ വിശദീകരിച്ച് പറഞ്ഞു, അത് വിത്തിനെ നിന്റെ വെള്ളത്തിന്മേൽ എറിയുക, ഏറെനാൾ കഴിഞ്ഞിട്ട് നിനക്കത് കിട്ടും. കാറ്റിനെ വിചാരിക്കുന്നവൻ വിതയ്ക്കയില്ല. ആ വചനം ഞാൻ ഏറ്റു പറഞ്ഞാണ് ബ്രദറെ എനിക്ക് കഴിഞ്ഞ മാസം 16-ാം തീയതി ആ ജോലി കിട്ടിയത്. ഞാൻ എപ്പോഴും അനുഗ്രഹിച്ച് ഞാൻ ഈ ക്ലിനിക്കിനെ പ്രാർത്ഥിക്കുമായിരുന്നു. ഈ വചനം എനിക്ക് ബ്രദർ പറഞ്ഞ് മനസ്സിലാക്കി തന്നപ്പോഴാണ് ഞാൻ അന്ന് പറഞ്ഞത്, ഇപ്പോഴാണല്ലോ അനുഗ്രഹിക്കപ്പെട്ടത്, എനിക്ക് കിട്ടിയതല്ലോ എന്ന് മനസ്സിലായി. ഒരുപാട് നന്ദി ബ്രദറെ. തീർച്ചയായിട്ടും കർത്താവ് ഇന്ന് ആ വഴി തുറന്നതിന് നന്ദി, സാക്ഷ്യമാക്കിയതിന് നന്ദി. എന്ന് പറഞ്ഞ പോലെ തന്നെ ആ പ്രതിസന്ധിയിൽ നിന്ന് വലിയൊരു സാക്ഷി എന്ന ജോലി ലഭിക്കുവാൻ ആ വചനം അതാണ് വചനം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിച്ചപ്പം അനുഗ്രഹം ഉണ്ടായി. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു ബ്രദറെ, താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ബ്രദറെ, പറഞ്ഞു. ഇന്നലെ പറഞ്ഞ ബിന്ദു, രാജു എന്ന് പറഞ്ഞ എന്റെ ഗൃഹമാണ്. 18 വർഷമായിട്ട് ഞങ്ങൾക്ക് ഈ ഗൃഹത്തില് ഒരു മനസ്സമാധാനവും സന്തോഷമില്ലായിരുന്നു. അപ്പൊ ദൈവത്തില് ഞാൻ അവിടെ പറവട്ടാനി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ബ്രദർ പറഞ്ഞു, ഈ ഒക്ടോബറിൽ ഒരു വലിയ ദൈവപ്രവൃത്തി നടക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ ഞാൻ ദൂത് കേട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് ഞാൻ കേട്ടത്. ഇപ്പൊ ഞാനത് ഏറ്റെടുക്കുന്നു. അത്രമാത്രം സങ്കടത്തിലാണ് ജീവിക്കുന്നത്. അത് പറയാൻ എനിക്ക് തീർച്ചയായിട്ടും മിസ്റ്റർ കർത്താവ് അത് വലിയൊരു സാക്ഷ്യമാക്കി തന്നെ ദൈവം മാറ്റി. ഞാൻ പറഞ്ഞു, നമ്മൾ കേൾക്കുന്ന ഓരോ ആലോചനയും അത് ദൈവത്താൽ വെളിപ്പെടുന്നു. അപ്പോൾ പറയണം ഞാനിത് അത്ഭുതം കാണും, ഞാൻ ഈ മാസം എൻ്റെ മാസമാണ്. ഞാൻ പറയും, നമ്മളൊരു ആലോചന കേൾക്കുമ്പോൾ തന്നെ അത് ഏറ്റെടുക്കണം, പറയണം. കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും. ഓരോ സാക്ഷ്യം പറയുമ്പോഴും ഞാൻ പറയുന്നുണ്ട്, നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും കർത്താവ് അത് ആമേൻ പറയുന്ന ദൈവമാണ്, നമ്മുടെ കൂടെ നിൽക്കുന്ന ദൈവമാണ്. അത്ഭുതമാക്കി ദൈവം മാറ്റും. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? പറഞ്ഞു. പറഞ്ഞു. ഞാൻ ഗോളിയാറിൽ നിന്നാണ്. എന്റെ ഇന്നലെ പാസ്റ്റർ പറഞ്ഞു, അനൂപിന്റെ പേരും പറഞ്ഞു. അതുപോലെ എന്റെ തലയുടെ അവിടെ ഒരു മുഴയുണ്ട്. ഞാൻ കേട്ടില്ല, എന്റെ ചേച്ചി കേട്ട് പുള്ളിക്കാരത്തി ഏറ്റെടുത്തായിരുന്നു. അത് ഇന്ന് ഞാൻ കേട്ടിട്ട് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. ദൈവം എല്ലാം മാറ്റിക്കൊടുത്ത് തരണം. എന്റെ മകൻ അനൂപ്പാണ്. അവനിപ്പോ സൗദിയിലാണ്. അവനൊരു ജോലിയുണ്ട്. അവൻ 33 വയസ്സായി. ഇതുവരെ ഒരു കല്യാണം നടന്നില്ല. ഞാൻ ആ വിഷയം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഈ കേട്ട ആലോചന കേൾക്കൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾ ആലോചന വെച്ച് പ്രാർത്ഥിക്കണം. വചനം പറഞ്ഞത് സൗരി പറഞ്ഞ പോലെ അനൂപ് എന്നുള്ളത് മകനാണ്. അപ്പോൾ ദൈവാത്മാവ് വെളിപ്പെടുത്തി. ഇപ്പോൾ ഞാൻ പറയില്ല, നിങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ സൗരി പറഞ്ഞ പോലെ സഹോദരി യൂട്യൂബിലാണ് ആ പ്രാർത്ഥന കേട്ടത്. ദൈവാത്മാവ് ആ വിഷയത്തെ സംസാരിച്ചു, ആ പേരുകളെ വെളിപ്പെടുത്തി. ഓരോ കാര്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോണം, ദൈവം നിങ്ങളെ ലൊക്കേറ്റ് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ തമ്മിൽ ചിലപ്പോൾ മുൻപരിചയങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും എന്നോട് ഈ വിഷയം പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കൊരു ഉറപ്പിന് വേണ്ടി, അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് അതൊരു വിശ്വാസം വരാൻ വേണ്ടിയാ. അല്ലെങ്കിൽ അത് നമുക്കൊന്ന് മനസ്സിലാണ്, കർത്താവ് എന്നെ കാണുന്നുണ്ട്, ദൈവാത്മാവ് എന്നോട് ഇടപെടുന്നുണ്ട്. അത് കർത്താവ് നമുക്ക് ഉറപ്പിച്ചു തരികയാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം, ദൈവം സാക്ഷ്യമാക്കി മാറ്റും. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞോട്ടെ ബ്രദറെ. പറഞ്ഞു. 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 ബ്രദറെ ഒരു സാക്ഷ്യം പറഞ്ഞോട്ടെ. പറഞ്ഞു. പറഞ്ഞു.
ബ്രദറെ, എനിക്കൊരു 3 വർഷം മുമ്പ് യൂറിൻ ഡോക്ടർ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും ക്രിസ്റ്റലുകളുടെ ഒരു ആരംഭം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് രാവിലെ എഴുന്നേക്കാൻ നേരത്ത് കീഴ്വയറ് ഭയങ്കര വേദനയാണ്. അപ്പൊ ഈ ഫ്രൈഡേ കൊണ്ട് ഡോക്ടറിനെ കാണുമ്പോൾ ഇപ്പൊ ഡോക്ടർ പറഞ്ഞ് യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ്, പക്ഷേ ക്രിസ്റ്റലുകളുടേതായ ഒരു കുഴപ്പവും ഇല്ലെന്ന് ടെസ്റ്റിലുണ്ടായിരുന്നു. അപ്പൊ ദൈവത്തിന് നന്ദി. സിസ്റ്റർ, എത്ര വർഷമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഇപ്പൊ നിങ്ങൾ സാക്ഷ്യം പറഞ്ഞത് എത്ര വർഷമായിട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു അത്? കേൾക്കുന്നുണ്ടോ? മ്യൂട്ടായി പോയോ? സൗകര്യം കട്ടായി പോയോ? ആ സൗകര്യം പറഞ്ഞത് വലിയൊരു സാക്ഷ്യമാണ്. അത് നിമിത്തം നാളുകളായിട്ട് ബ്രദറെ, ഞാൻ ഇടക്കിടക്ക് വരുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു കുറച്ചായിട്ട് ഡെയിലി രാവിലെ എഴുന്നേക്കാൻ നേരത്ത് കീഴ്വയറിൽ വേദന വരാറുണ്ട്. അപ്പൊ കഴിഞ്ഞ ഫ്രൈഡേ കൊണ്ട് ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്ന് യൂറിൻ ചെക്ക് ചെയ്ത് നോക്കാന്ന് പറഞ്ഞു. ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും അന്ന് പറഞ്ഞ ക്രിസ്റ്റലിന്റെ ആരംഭം ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ പറഞ്ഞ ക്രിസ്റ്റലിന്റെ യാതൊന്നുമില്ല എന്ന് പറഞ്ഞു ടെസ്റ്റ് റിസൾട്ട് നോക്കിയപ്പോഴത്തേക്കും. ആമേൻ. കർത്താവെ, അങ്ങ് സൗഖ്യമാക്കിയതിന് നന്ദി, അത്ഭുതമാക്കിയതിന് നന്ദി. ഞാൻ പറഞ്ഞു, നമ്മൾ കേൾക്കുമ്പോൾ, നിങ്ങൾ ഈ വചനം കേൾക്കുന്ന തന്നെ നിങ്ങൾക്ക് അത്ഭുതമാണ്. നിങ്ങളുടെ ശരീരത്തിന് മേലെ ആ വചനം പ്രവർത്തിക്കുകയാണ്, പ്രവേശിക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? ബ്രദറെ, പ്രൈസ് ലോർഡ്. ബ്രദറെ, കഴിഞ്ഞ മാസം എന്റെ മൂത്ത മോന്റെ പേര് 2 വട്ടം പറഞ്ഞിട്ടായിരുന്നു, സജിത്ത് എന്നുള്ളത്. അവനും പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ ഞാൻ ഈ ചെറുതിനെ കുറിച്ച് എന്താണോ വിവരങ്ങളൊന്നും അറിയുന്നില്ലല്ലോ. എന്നും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദൈവം എന്നോട് നീ സംസാരിക്കണേ ബ്രദറിലൂടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ മോന്റെ പേര് പറഞ്ഞത്. ബ്രദറെ, തീർച്ചയായിട്ടും ആ കർത്താവ് ഇന്ന് ആ കുടുംബത്തെ തൊടുകയാണ്. സിസ്റ്ററെ, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. ആ പറഞ്ഞല്ലോ, പാരമ്പര്യമായിട്ടുള്ള സകല രോഗത്തെയും കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവ് അത്ഭുത മന്ത്രിയാണ്, അവൻ സൗഖ്യത്തിന്റെ ദൈവം തന്നെയാണ് കേട്ടോ. പ്രാർത്ഥിച്ചോണം, ദൈവം സാക്ഷിയാക്കി മാറ്റും. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, അതേ രോഗത്താൽ ഞാനും എൻ്റെ മരുമോൾക്ക് ഞാനും ഭാരപ്പെടുന്നുണ്ട്. ഏറ്റെടുത്ത സിസ്റ്റർ, ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഏറ്റെടുക്കുക മാത്രമല്ല, നമ്മൾ ആ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചോണം, വചനം അയച്ചോണം, അത് സൗഖ്യമായിട്ട് മാറും. മറ്റാരെങ്കിലും ഉണ്ടോ? താങ്ക് യു ബ്രദർ, താങ്ക് യു. പറഞ്ഞോ ബ്രദറെ. എനിക്ക് കുറച്ച് നാളുകൊണ്ട് ഈ ചെസ്റ്റിന്റെ അവിടെ ഒരു പെയിൻ ഉണ്ടായിരുന്നേ. അപ്പം അതിന്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവും, അത് മാറും, വീണ്ടും അതുണ്ടാവും, അതിങ്ങനെ ഷോൾഡറിന്റെ ഭാഗത്തോട്ടേക്ക് വരും. അപ്പം ടെസ്റ്റൊക്കെ നടത്തി നോക്കിയപ്പോൾ അതിനകത്ത് ഈ സിരിയും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കി അതെല്ലാം നോർമലായിട്ട് തന്നെയാണ് കാണിച്ചത്. പക്ഷേ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അപ്പൊ എനിക്ക് ജോലി ചെയ്യുമ്പോഴൊക്കെ അത് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ടായിരുന്നു. അപ്പം 2-3 ദിവസം ആയുള്ളൂ ഞാൻ ഈ പ്രയറിൽ ജോയിൻ ചെയ്തിട്ട്. അപ്പൊ ഞാൻ ഈ ബ്രദർ പറഞ്ഞ ആ വചനം ഞാൻ ഏറ്റെടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്നലെ ആ പെയിൻ ഇപ്പൊ ഒരാഴ്ച കൊണ്ട് സ്ഥിരമായിട്ടുണ്ടായിരുന്നു. ആ പെയിൻ ഒരാഴ്ച കൊണ്ട് നല്ല രീതിയിൽ ആ പെയിൻ ഉണ്ടായിരുന്നു. ഇന്നലെ ആ പെയിൻ മാറി, പൂർണ്ണമായിട്ടും മാറി. ഇപ്പൊ ഷോൾഡറിന് ചെറിയ രീതിയിലുള്ള ഒരു ഇതേ ഉള്ളൂ, അല്ലാതെ ചെസ്റ്റിന്റെ പെയിനും മാറി. ശരീരത്തിന് ക്ഷീണാവസ്ഥയുണ്ട്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഓക്കെ ആയി. ദൈവത്തിന് നന്ദി കർത്താവ്. ഇന്ന് വീണ്ടും ആ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ കർത്താവ് ഒരു സൗഖ്യം നിങ്ങളുടെ ശരീരത്തിൽ വ്യാപരിക്കാൻ തുടങ്ങി. ഇനി ആ വേദന മേലാൽ വരത്തില്ല. ആ സൗഖ്യത്തെ ഞങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഉറപ്പിക്കുന്ന കർത്താവ്, ഞങ്ങൾ തൊട്ട് പൂർണ്ണ വിടുതലിന് നന്ദി, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ബ്രദറെ. ഒരു വീടിനുള്ള വചനം പറഞ്ഞു തരാമോ സിസ്റ്ററെ? യൂട്യൂബിൽ നമ്മുടെ വാക്യങ്ങളിൽ കിടപ്പുണ്ട് ഇഷ്ടം പോലെ. ഏത് വചനം ചൊല്ലി പ്രാർത്ഥിക്കണം എന്നുള്ളത്, അത് ഭവനത്തെ പറ്റിയും കടഭാരം മാറാൻ വേണ്ടി, രോഗം മാറാൻ വേണ്ടി, എങ്ങനെ വചനം പറയണം എന്നുള്ള വചനങ്ങളെല്ലാം യൂട്യൂബിൽ കിടപ്പുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഒറ്റ വാക്കിൽ പറയാൻ പറ്റത്തില്ല. പല സ്ഥലങ്ങളിലാണ് ആ വചനം കിടക്കുന്നത്. അത് കേട്ടിട്ട് അതേപോലെ പ്രാർത്ഥിക്കുക, കർത്താവ് ഒരു തുറക്കുക തന്നെ ചെയ്യും. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞോ. ഇന്നലെ എനിക്ക് മീറ്റിംഗിൽ കയറാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ ജൂൺ മുതൽ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ് പറഞ്ഞു. പ്രൈസ് ലോർഡ് ബ്രദർ, എനിക്ക് ഇന്നലെ മീറ്റിംഗിൽ കയറാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ ജൂൺ മുതൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഇന്നലെ എന്റെ മകളെ കുറിച്ച് ഇങ്ങനെ ഒരു ദൂത് പറയാനിടയായി. ഏറ്റെടുക്കുന്നു. നീന എന്ന് പറയുന്ന മകളെ കുറിച്ച് ഞാൻ ഏറ്റെടുക്കുന്നു. തീർച്ചയായിട്ടും ഏറ്റെടുത്ത മോക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. കർത്താവ് എന്താണ് ഇടപെട്ടത് അത് നിവർത്തിക്കാൻ ദൈവം ശക്തനാകട്ടോ. ഗോഡ് ബ്ലെസ് യു. പറഞ്ഞു. ഇന്നലെ ഞാനേ യോഗം കേട്ടോണ്ടിരിക്കുമ്പോഴേ വൈഫിനും ഭയങ്കര നെഞ്ചുവേനായിരുന്നു.
നിഷാന്ന പേര്. ഉം. പറഞ്ഞു. ഇന്നലെ വൈഫിനെ ഞാൻ ജോത്തില് കയറിക്കൊണ്ടിരിക്കുമ്പോഴേ വൈഫിന് ഭയങ്കര നെഞ്ചു വേന. പറഞ്ഞു. ഇന്നലെ യോഗത്തിൽ കയറിക്കൊണ്ടിരിക്കുമ്പോഴേ പ്രാർത്ഥന കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ ഭയങ്കര നെഞ്ചുവേനയായിരുന്നു വൈഫിനെ. ഇപ്പോഴും വേദനയാണോ? ഇപ്പോഴും വേദനയാണോ? ഇപ്പൊ ഇല്ല, ഇപ്പൊ കുഴപ്പമില്ല. ഇന്നലെ കുറച്ച് കഴിഞ്ഞപ്പോ മാറിപ്പോയി. പ്രാർത്ഥന എവിടെ ഇരുന്നപ്പോ വന്നത്? ഇപ്പൊ അത് വേദന ഇല്ലല്ലേ? ഇല്ല, ഇപ്പൊ ഇന്നലെ ഉറങ്ങാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര പുറം വേദനയും ഒപ്പം നെഞ്ചുവേദനയും. ഇപ്പൊ പൂർണ്ണമായിട്ടും മാറി. നന്ദി കർത്താവേ, അങ്ങ് സൗഖ്യമാക്കിയതിന് നന്ദി. ആ വിടുതൽ കൊടുത്തിന് നന്ദി. വേദന പൂർണ്ണമാക്കി നീക്കിയതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. ബ്രദറെ, ഞാനൊരു പ്രയർ റിക്വസ്റ്റ് പറഞ്ഞോട്ടെ? ഹലോ ബ്രദറെ. പറഞ്ഞു. ഹലോ ബ്രദറെ, ബ്രദറെ 2-3 മാസമായിട്ട് എന്റെ യൂറിനറി ബ്ലാഡർ താന്നിരിക്കുക. ഡോക്ടർമാർ പറഞ്ഞു മസിൽ വീക്ക് ആയതുകൊണ്ട് അത് പരിപൂർണ സൗഖ്യത്തിനായിട്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കണം. കൈയോടെ വെച്ചു ആന്റി, കൈയോടെ വെച്ചു. കർത്താവെ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്ന വേദനയെ, രോഗത്തെ യേശുവിന്റെ നാമത്തിൽ പുറത്താക്കുന്നു. ഇപ്പോൾ തന്നെ അത്ഭുതത്തെ റിലീസ്. യേശു ആ കർത്താവ് രോഗത്തെ വഹിച്ചതാ, കർത്താവിന്റെ മുറിവിൽ സൗഖ്യം വന്നതാ. അത് സത്യമാണ്. ആ വചനത്തെ അയക്കുന്നു. ഇപ്പോൾ വിടുതലിനെ കൽപ്പിക്കുന്നു. അത് സാക്ഷ്യമായി തീരട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? സാക്ഷ്യം പറയാണ് ബ്രദർ. ഇപ്പൊ പറഞ്ഞല്ലോ കൈയുടെ വേദനയുണ്ട്, അകത്ത് കൈക്ക് വെട്ടല് പോലെ. ഒരു മിനിറ്റ് പറഞ്ഞു. സാക്ഷ്യം പറഞ്ഞു. കൈയുടെ ഇടത്ത് കൈ പൊക്കാൻ മേലായിരുന്നു, വലത്ത് കൈക്കും വേദനയുണ്ടായിരുന്നു. അത് ഞാൻ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് സൗഖ്യമായി. ഇടത്ത് കൈ പൊക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു, വലത്ത് കൈ കൊണ്ട് വയ്യ താങ്ങിയായിരുന്നു പൊക്കുന്നത്. ഇപ്പം ബ്രദർ പറഞ്ഞ സമയത്ത് ആ ഞരമ്പിന്റെ പ്രശ്നം മാറി. ഞാനിപ്പോ കൈ ഉയർത്തി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വേദനയില്ല, വെട്ടലും ഇല്ല. സ്വതന്ത്രം. ആമേൻ, ആമേൻ. അത് വലിയൊരു സാക്ഷ്യമാണ് പ്രിയ സിസ്റ്റർ പറഞ്ഞത്. ഇടത് കൈക്ക് വേദന ഉണ്ടായിരുന്നു, വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. വലത് കൈക്കും വേദനയായിരുന്നു. അപ്പം ഇടത് കൈ ഉപയോഗിച്ചാണ് വലത് കൈയെ പൊക്കിക്കൊണ്ടിരുന്നത്. ഞരമ്പിന്റെ പ്രശ്നമായിരുന്നു. പക്ഷേ ഈ സമയത്ത് ദൈവാത്മ പറഞ്ഞ ഞരമ്പിന്റെ പ്രശ്നം നിമിത്തം അനുഭവിക്കുന്ന വേദനകളെ യേശു സൗഖ്യമാക്കുമെന്ന് പറഞ്ഞപ്പോൾ കൈ വെച്ച് പ്രാർത്ഥിച്ചു. നിമിഷം കർത്താവ് തൊട്ടിപ്പോൾ കൈ പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുക എന്ന് പറഞ്ഞത്. കർത്താവെ, അങ്ങ് സൗഖ്യമാക്കിയിട്ട് നന്ദി. ആ കരത്തെ ദൈവം തൊട്ടതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. നിങ്ങളെ സാക്ഷ്യം പറഞ്ഞവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ കർത്താവിന്റെ നാമത്തിൽ ഇനിയും സാക്ഷ്യങ്ങൾ പറയണ കാര്യം നിങ്ങളുടെ സാക്ഷ്യം മറ്റൊരു സാക്ഷിയെ ഉളവാക്കുന്നതാണ്. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരു ജോണി എന്ന് പറഞ്ഞ ഒരു ബിസിനസ് ചെയ്ത് 2 പ്രാവശ്യം പൊളിഞ്ഞു പോയതിനെ കുറിച്ച് പറഞ്ഞായിരുന്നു, കൂട്ടുകാരുടെ ചതിയിൽപ്പെട്ട്. അപ്പം അത് 3ാമത് വേറൊരു ബിസിനസ് തുടങ്ങാനിരിക്കുക എന്ന് പറഞ്ഞു. അത് ഞങ്ങളുടെ കുടുംബമാണ്, അത് ഞാൻ ഏറ്റെടുക്കുന്നു. തീർച്ചയായിട്ടും ദൈവാത്മാവ് ഇടപെട്ട ഒരു ആലോചനയായിരുന്നു സിസ്റ്റർ പറഞ്ഞത്. അവർക്ക് ദൈവാത്മാവ് 2 പ്രാവശ്യം ബിസിനസ് ചെയ്ത് കൂട്ടുകാർ നിമിത്തം ചതിയിൽപ്പെട്ടുപോയി. ആ വ്യക്തിയുടെ പേര് ദൈവാത്മാവ് വെളിപ്പെട്ടു. 3ാം തവണ പ്ലാൻ ചെയ്യാനിരിക്കുന്നു പറഞ്ഞു. അപ്പോൾ കർത്താവ് അതെല്ലാം അറിയുന്നുണ്ട്. സഹോദരി, ഞാനിത് പറഞ്ഞല്ലോ, ബിസിനസിന്റെ അകത്ത് നന്മ പ്രാപിക്കാനുള്ള വചനമുണ്ട് ആവർത്തന പുസ്തകത്തില്. ആ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. ആയിക്കോട്ടെ, ഓക്കെ. ഗോഡ് ബ്ലെസ് യു. എന്നെ ഇഷ്ടം അത്യാവശ്യമായിട്ട് എന്നെ പ്രയർ റിക്വസ്റ്റ്, എമർജൻസി ആണ് പറയാനുള്ളത്. പറഞ്ഞു. കട്ടായിപ്പോയോ? ഇപ്പൊ ബ്രദർ ഒരാലോചന പറഞ്ഞിരുന്നു ജോർജിന്റെ കുടുംബത്തിന്. ബ്രദർ കേൾക്കാമോ? കേൾക്കുന്നുണ്ട് സിസ്റ്റർ. ഹലോ ബ്രദറെ. കേൾക്കുന്നുണ്ട് ബ്രദറെ കേൾക്കാമോ? കേൾക്കുന്നുണ്ട് സിസ്റ്റർ. ജോർജിന്റെ കുടുംബത്തെ ടച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ബ്രദർ ഒരു ആലോചന പറഞ്ഞിരുന്നു. ആ സമയത്ത് എന്റെ എന്റെ ഇത് ലൈൻ ഇത് കട്ടായി പോയി. അങ്ങ് എന്തോ പെട്ടെന്നാണ് ഞാൻ വീണ്ടും അത് ഓണായി. അപ്പൊ ജോർജിന്റെ കുടുംബത്തെ, അതെന്റെ മരുമകന്റെ കുടുംബമാണ്. വീട്ടില് 2-3 മരണങ്ങളൊക്കെ പെട്ടെന്ന് നടന്നിരുന്നു. അപ്പം ഞാൻ അത് ഏറ്റെടുക്കുന്നു ബ്രദറെ. തീർച്ചയായിട്ടും ശ്രദ്ധ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും. ആലോചന പൂർണ്ണമായിട്ടും കേൾക്കുക. ഇതിന് ശേഷം യൂട്യൂബിൽ അത് വരുന്നുണ്ട്, അത് കേട്ട് അത് ഏറ്റെടുക്കുക കേട്ടോ. പൂർണ്ണമായിട്ട് അതെന്താണ് ദൈവാത്മാ സംസാരിച്ചത് ഏറ്റെടുക്കുക കേട്ടോ. ഗോഡ് ബ്ലെസ് യു. പറഞ്ഞു. ഞാന് ബ്രദർ ഇപ്പൊ ഒരു
രോഗത്തിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരൻ, രാത്രി കിടക്കുമ്പോഴത്തേക്കിന് ഞരമ്പ് ഞെട്ടലുണ്ടാകുന്നെന്ന് പറഞ്ഞല്ലോ. ഉം. ഹലോ, അത് കേൾക്കുന്നുണ്ട് സിസ്റ്ററെ. അത് എനിക്കാണ് എനിക്കായിരുന്നു ബ്രദറെ. അത് ഞാനിങ്ങനെ രാത്രിയിൽ കിടക്കുമ്പോഴത്തേക്കിന് എനിക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഞരമ്പ് പിടയ്ക്കുന്ന പോലെ ഞാൻ എഴുന്നേറ്റ് വരുന്നു രാത്രിയിലൊക്കെ. അപ്പോൾ ഞാനത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഇന്നിപ്പോ ഞാനൊരു ഡോക്ടറെ കാണിക്കാമെന്നൊക്കെ ഓർത്ത്, പിന്നെ ഞാൻ ഷുഗർ കൂടിയിട്ടാണോ ഓർത്ത് ഇങ്ങനെ ഇരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് ആലോചന കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, കർത്താവ് എന്നോട് സംസാരിച്ചെന്ന്. എനിക്ക് ഈ പകലെല്ലാം ഈ രോഗം ഉണ്ടായിരുന്നു. ഞാനത് ഏറ്റെടുക്കുന്നു ബ്രദറെ. സിസ്റ്റർ, ഇത് സൗഖ്യമാക്കിയിരിക്കുന്നു കേട്ടോ. അത് സൗഖ്യമായിരിക്കുന്നു. കർത്താവ് ആലോചന വെളിപ്പെട്ടപ്പോൾ തന്നെ അത് സൗഖ്യമായി മാറിയിരിക്കുന്നു. കൈ വെച്ച് ഏറ്റെടുത്തോണം. കർത്താവ് എൻ്റെ ശരീരത്തിലേക്ക് ഞാനത് സ്വീകരിക്കുന്നു, ഞാൻ സൗഖ്യമായിരിക്കുന്നു, യേശു എനിക്ക് വേണ്ടി മുറിവേറ്റു. ഇത്രയും പറഞ്ഞത് കേട്ടോ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? നിങ്ങൾ ഈ സമയത്ത് മ്യൂട്ട് മാറ്റുന്നവർ അനാവശ്യമായിട്ട് സംസാരിക്കരുത്. അനാവശ്യമായിട്ട് സംസാരിക്കുന്നവർക്ക് ലെഫ്റ്റ് ചെയ്യാം. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചോണം. ഇത് പ്രാർത്ഥനാ കൂട്ടായ്മയാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ സാക്ഷ്യത്തിൻ്റെ സമയമാണ്. നിങ്ങൾക്ക് സാക്ഷ്യം കേൾക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് ചെയ്യാം. വേറെ എന്തെങ്കിലും ജോലിയിലാണെങ്കിൽ ലെഫ്റ്റ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് പിന്നീട് യൂട്യൂബിൽ സാക്ഷ്യങ്ങൾ കേൾക്കാമെന്നാണ്. ഇപ്പോൾ സാക്ഷ്യമുള്ളവർ പറഞ്ഞോട്ടെ. പറഞ്ഞു സിസ്റ്ററെ. പറഞ്ഞു. നിങ്ങൾ ഒരേപോലെ മ്യൂട്ട് മാറ്റുന്നതുകൊണ്ടാണ് നമ്മളെ സഹോദരന്മാർ നിങ്ങളെ ഹോസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവരെയും മ്യൂട്ട് ചെയ്യേണ്ടി വരുന്നത്. അവർ ഓരോരുത്തരെയാണ് മ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരേപോലെ സംസാരിക്കുമ്പോൾ ക്ലിയർ ആകാതെ വരുന്നതുകൊണ്ടാണ്. പറഞ്ഞു. ഞാൻ ബ്രദറിന്റെ പ്രയർ കേട്ട വചനം പഠിച്ച് വചനത്തിൽ ആത്മാവിനാൽ ശക്തിപ്പെട്ടു, ബലപ്പെട്ടു. നടക്കുന്ന വഴിയൊക്കെ ബ്രദറിന്റെ ഈ വചനം കേട്ടുകൊണ്ടാണ് നടക്കുന്നത്. എനിക്ക് വളരെ അനുഗ്രഹമായി ഇരിക്കുകയാണ് ഈ പ്രയർ. അപ്പൊ എല്ലാ ദിവസവും ഞാൻ ഈ 9 മണി കാത്തിരിക്കുകയാണ് ഈ പ്രയറിന് വേണ്ടി. തീർച്ചയായിട്ടും സിസ്റ്റർ, കർത്താവ് നടത്തിയ വഴികൾക്ക് നന്ദി പറയുന്ന. വചനത്തിൽ ബലപ്പെടുവാൻ ദൈവം സഹായിച്ചല്ലോ. ഇനിയും ശക്തിപ്പെടുക, വചനത്താൽ ദേശത്ത് സാക്ഷ്യമാകുക. ഗോഡ് ബ്ലസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ബ്രദറെ, എറണാകുളത്ത് സ്റ്റെല്ലയാണ്. ബ്രദറെ, ജൂൺ ലാസ്റ്റ് 32 ദിവസം ഭവനത്തിൽ ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നു. 32 ദിവസത്തെ സമയം പറഞ്ഞിരുന്നു ബ്രദർ. പക്ഷെ 30 ദിവസമായപ്പോഴേക്കും ഇളയ മകന്റെ ഭാര്യ എന്നെ പിള്ളേരെയും കൂടെ വീട്ടിലാക്കി. ഭയങ്കര ഭാരമായിരുന്നു എനിക്കത്. സംഗതി ബുദ്ധിമുട്ടായിരുന്നു അവള്. എങ്കിലും പിള്ളേരെയും കൊണ്ട് അവൻ അവളുടെ വീട്ടിലാക്കിയപ്പോ ഭയങ്കര വിഷമായിരുന്നു. പക്ഷെ ശനിയാഴ്ച പിള്ളേരും മരുമകളും കൂടെ വന്നു. ഇപ്പൊ വീട്ടിലുണ്ട്. ദൈവത്തിന് നന്ദി പറയുന്നു. അതേപോലെ തന്നെ ഇന്നലെ രാത്രി ഉറങ്ങുമ്പോ ഒരു 3:30 ആയപ്പം ഒരു വണ്ടിയില് ഞാനും ഹസ്ബൻഡും പ്രയർ ഗ്രൂപ്പില് 2-3 പേരും കൂടെ യാത്ര പോണു. പക്ഷെ പെട്ടെന്ന് ഡ്രൈവർ വണ്ടിയുടെ ഓടിക്കുന്ന ഭാഗത്തുനിന്ന് ഉള്ളിലേക്ക് തിരിഞ്ഞിരുന്നു. വണ്ടിയുടെ ഉള്ളിലൊരു പൂച്ച കിടക്കണ പോലെ, വലിയൊരു പൂച്ച. അതിന്റെ അവിടെ ഇല്ല അത്, പക്ഷെ അതിന്റെ രോമവും ഇതൊക്കെ വെച്ച് അതിന് ജീവൻ വെക്കണ പോലെ പെട്ടെന്ന് അങ്ങനെ വരുമ്പോ ഞാൻ യേശുവിന്റെ നാമത്തിൽ, ഇതെന്താ യേശുവിന്റെ നാമത്തിൽ ഇത് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഈ ഡ്രൈവർ ഇല്ലാണ്ട് വണ്ടി പോണു. വണ്ടി ആ ടേൺ തിരിഞ്ഞതും ആരോ ഇടിച്ച് വണ്ടി നിന്നു. ഹസ്ബൻഡ് പെട്ടെന്ന് ഷോക്ക് പോലെ അനക്കമില്ലാണ്ടിരിക്കുന്നു. ഞാൻ വണ്ടിയിൽ നിന്ന് വലിച്ച് താഴത്തേക്ക് ഇട്ടിട്ട് ഹാർട്ട് ഇങ്ങനെ നെക്കി കൊടുത്തിട്ട് യേശുവിന്റെ നാമത്തിൽ ഒരു 3-4 മിനിറ്റ് പറഞ്ഞ് പെട്ടെന്ന് ഞാൻ കണ്ണു തുറന്നു. എന്താന്ന് എനിക്കറിയില്ല. ഞാൻ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിച്ചു. അത് ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിച്ചു. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിച്ചോണം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ സാക്ഷ്യമാക്കി മാറ്റാൻ ഇടയായി തരും കേട്ടോ. നെഗറ്റീവുകളൊക്കെ ബ്രേക്ക് ചെയ്തോണം. കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റി സിസ്റ്റർ. ഗോഡ് ബ്ലസ് യു. അനുഗ്രഹിക്കുമാറാട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്, ജോഷി. പറഞ്ഞു. ഇവിടെ തൃശ്ശൂരിലെ മീറ്റിങ്ങിൽ ഞാൻ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും അമ്മയും പെങ്ങളും കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 28-ാം തീയതി, കഴിഞ്ഞ 28-ാം തീയതിയിലത്തെ മീറ്റിങ്ങിൽ അതിൽ പറഞ്ഞിരുന്നു, മതിലിനോട് ചേർന്ന് ഒരു പോസ്റ്റ്, പിന്നെ വീടിനകത്ത് കടന്നു വരുന്ന മുറിയിൽ ഡൈനിങ് ടേബിള്,
അതിനോട് അടുത്ത് ഫ്രിഡ്ജ്, പിന്നെ വീടിനകത്ത് തലമുറകളുടെ വിഷയോർത്ത് ഭാരപ്പെട്ടിരിക്കുന്ന അമ്മ, പിന്നെ അത് കഴിഞ്ഞ് ഒരു ചുവപ്പ് നിറത്തിലുള്ള ഒരു പോക്കറ്റ് ഡയറി പറഞ്ഞു. അതിനോട് ചേർന്ന് ഒരു പഴയൊരു നീല കളറിലുള്ള ഒരു ഡയറിയും എഴുതി കഴിഞ്ഞ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ളൊരു ഡയറി. ഈ അടയാളങ്ങൾ ഇതെല്ലാം എൻ്റെ വീട്ടിൽ ഈ വീടിനോട് ബന്ധപ്പെട്ടിട്ടും ഈ എൻ്റെ ടേബിളിലാണ് ഈ പോക്കറ്റ് ഡയറിയും ഈ നീല ഡയറിയൊക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളത് ഏറ്റെടുത്ത് തീർച്ചയായിട്ടും ബ്രദറെ, ഞാൻ ആ ബ്രദറിന്റെ ഈ പറഞ്ഞ കാര്യങ്ങൾ കാണാൻ വേണ്ടി ഞാൻ ബ്രദറിന്റെ വീട്ടിൽ വരാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇല്ലല്ലോ, വന്നിട്ടില്ല. ഓക്കെ, അപ്പം അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തിയതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഭവനത്തെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് നമ്മളെ ലൊക്കേറ്റ് ചെയ്യുന്നതാണ്. ദൈവം നമ്മളെ കാണിക്കുകയും ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വചനം പറഞ്ഞുകൊണ്ടിരുന്നോണം. കർത്താവ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ആവശ്യം നമ്മുടെ നാവിൽ വചനം. ബ്രദറെ, കുടുംബമായിട്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ വചനം പറഞ്ഞോണം. ദൈവം വലിയൊരു സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ധൈര്യത്തോടെ ഇരുന്നോണം. കർത്താവ് കണ്ടതാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദേശത്ത് ദൈവം സാക്ഷ്യമാക്കും, പട്ടണത്തിൽ ദൈവം സാക്ഷ്യമാക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ തൽക്കാലത്തേക്ക് നമ്മുടെ പ്രാർത്ഥന ഇന്ന് സ്റ്റോപ്പ് ചെയ്യുവാൻ. എനിക്കറിയാം മുന്നോട്ട് ഇനിയും സാക്ഷ്യങ്ങളുണ്ട് പറയുവാൻ. സമയം മുന്നോട്ട് പോയതുകൊണ്ടാണ് ലൈവിൽ കാണുന്നതോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഈ ലൈവ് പ്രയറിൽ ജോയിൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, അതിൽ പ്രവേശിക്കാം, സൂമിൽ പങ്കെടുക്കാം. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, നമ്മുടെ ആരുടെയും കഴിവല്ല, നിങ്ങൾക്ക് വലിയ സ്പിരിച്വൽ എക്സ്പീരിയൻസുകളെ കർത്താവ് തരും. ഇതൊരു സ്പിരിച്വൽ കവറിംഗ് ആണ്. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നുണ്ട്. ഞാൻ ഉറപ്പിച്ച് പറയും, നിങ്ങൾ എത്ര വലിയ വിഷയത്തിൽ വന്നിരുന്നാലും നിങ്ങൾ ദൈവസന്നിധിയിലാണ് ഇരിക്കുന്നത്. അവിടെ പരിഹാരമുണ്ട്, അത്ഭുതം നടക്കും. നമുക്ക് ഒരുമിച്ച് ലൈവിൽ കാണുന്നവരെ ബ്ലസ് ചെയ്യാം. കർത്താവ് ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഏത് സമയത്ത് അവർ കണ്ടോട്ടെ, ഏത് സമയത്ത് ഇനി വചനം മുന്നോട്ട് കാണുന്നവരായിക്കോട്ടെ, യേശു ക്രിസ്തു നിങ്ങളെ സൗഖ്യമാക്കും, നിങ്ങളെ തകർന്ന ഭവനങ്ങളെ പണിയും, നിങ്ങൾക്ക് സമാധാനം തരും, നിങ്ങളെ ലോകത്തിന് മുമ്പിൽ സാക്ഷ്യമാക്കും. കർത്താവിൻ്റെ നിത്യജീവനെ ദൈവം നിങ്ങൾക്ക് അവകാശമാക്കി തരും. ബ്ലസ് ചെയ്തെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹയ്ക്ക് സാക്ഷ്യമാക്കുന്നതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞു.